या सृष्टि सृष्टुरद्या वहदिविधि हुदम या हवीर या जहोत्री यद्वे कालसुदित्त विषय गुणाया स्थिता व्याप्य विश्वम यामाहो सर्वबीज प्रकृतिया प्राणिनं प्राणवन्दं प्रत्यक्षाभिप्रपन्नस्तनुभिरबधो वस्ताभिरष्टाभिरीश अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. ദൈവമേ, കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാപ്തിക്കോരാവിവൻ തോണി നിൻ പദം. 3327 നമ്പർ കുമാരനാശാൻ മെമ്മോറിയൽ ശാഖയുടെ തേബർതോട്ടം തൈക്കാട്ടുശ്ശേരി അതിൻ്റെ ശ്രീനാരായണ ഗുരുദേവ പരമഹംസ ക്ഷേത്രത്തിൻ്റെ 11ാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് ഇപ്രകാരം ഒരു പ്രഭാഷണത്തിന് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. ശാഖാ പ്രസിഡന്റ് ശ്രീ PM സരസൻ, സെക്രട്ടറി S രാജേഷ്, വൈസ് പ്രസിഡൻ്റ് ബാബു, നിരന്തരം ഇതിന് വിളിച്ചുകൊടുന്ന പ്രിയപ്പെട്ട മതീഷ് ഗുരുകുലം അല്ലേ, സുമനസ്സുകളായ സഹൃദയരായ സഹോദരങ്ങളെ, വേദിയിലും പരിസരങ്ങളിലുമായി ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും ഭാവുകങ്ങൾ നേരുന്നു. ഒപ്പം ലോകമെമ്പാടും ഈ സാധുവിൻ്റെ പ്രഭാഷണങ്ങൾ ലൈവായി എത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുപദം ടിവിയുടെ അമ്പിളി ആണ് വന്നിരിക്കുന്നത്. അനീഷും അമ്പിളിയും അവർ രണ്ടുപേരും കൂടെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് അമ്പിളിയാണ് വന്നിരിക്കുന്നത്. അനീഷ് മറ്റെന്തോ പരിപാടിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഭാഗ്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ശാഖയ്ക്ക് അതൊരു ഭാഗ്യമാണ്. തേവർവട്ടം ശാഖയുടെ ഈ പരിപാടി ഗുരുപദം ടിവിയിൽ വന്നു കഴിഞ്ഞാൽ ലോകമെല്ലാം കാണും. അതാണ്. അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയെന്ന് തോന്നുന്നു ഇല്ലയോ, ഞങ്ങളെ എല്ലാവരും ഒന്ന് കാണട്ടെ. അത് യാദൃച്ഛികമായൊരു സംഭവത്തിലൂടെയാണ് ഗുരുപദവുമായി അടുക്കാനിടയായത്. അത് വലിയൊരു നാഴികക്കല്ലായി മാറി. എല്ലാം ഗുരുവിൻ്റെ നിയോഗമാണ്. ഞാനൊരു ശാഖയിലോ ഒരു വേദിയിലോ യൂണിയനിലോ പ്രഭാഷണം നടത്തിയാൽ ആ മുന്നിലിരിക്കുന്നവർ കേൾക്കും. ചിലപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ച് കുറേ പേരൂടെ കേട്ടെന്ന് വരാം. പക്ഷേ ഗുരുപദത്തിലൂടെ വന്നതോടുകൂടി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ എന്നല്ല, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഞാനിങ്ങനെ പോകും. ഇപ്പം മാർച്ചിൽ പോയിരുന്ന അമേരിക്കയിലാണ്, കൊളറാഡോയിലും ജോർജിയയിലും. അത് SNDPയുടെ പരിപാടി ആയിരുന്നില്ല. എന്നിട്ട് പോലും അവിടെ വന്ന ഒരുപാട് മലയാളികൾ, അത് എല്ലാ സമുദായത്തിലും പെട്ടവർ വന്നിട്ട് പറഞ്ഞു ഗുരുപദം ടിവിയിൽ കാണാറുണ്ട്. പാലാക്കാരനൊരു ജോർജ് അച്ചായൻ കൊളറാഡോയിൽ വെച്ച് പറഞ്ഞത്, ഗുരുപദം ടിവിയിലെ ഗുരുദേവ പ്രഭാഷണങ്ങളെല്ലാം കേട്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവധൂതൻ്റെ ആവിർഭാവം മുതൽ അന്തർധാനം വരെ എന്നുള്ള വിഷയമാണ്. അങ്ങനെ ലോകത്തെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുപദം TV ഇതെല്ലാം നിയോഗമാണ്. ലക്ഷോപലക്ഷം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. എവിടെ ചെന്നാലും, കേരളത്തിലല്ല, ഡൽഹി, ബോംബെ, കൽക്കട്ട, ഭോപ്പാൽ, അതുപോലെ പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴെല്ലാം എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഗുരുപദം TV കണ്ടു. അതാണ്. ചില വീട്ടമ്മമാർ പറയുന്ന അടുക്കളപ്പണി എടുക്കുന്ന സമയത്ത് രാവിലെ ഈ വീഡിയോ ഓൺ ചെയ്ത് പതാമ്പുറത്ത് വെച്ചിട്ടാണ് അടുക്കളയിലെ ജോലി ചെയ്യുന്നത്. ചിലർ പറയുന്നത് ഞങ്ങൾ നടക്കാൻ പോകുമ്പം ഗുരുപദം ടിവിയും കേട്ടോണ്ടാണ് നടക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ പറയാറുണ്ട്, വീഡിയോ നോക്കി കാല് തട്ടി വീഴരുതെന്നും പറയാറുണ്ട്. വണ്ടി ഡ്രൈവ് ചെയ്ത് ദൂരം പോകുന്നവർ ഒരുപാട് പേര് പറയുന്നു ഞങ്ങൾ വണ്ടി കയറി കഴിഞ്ഞാൽ എത്ര മണിക്കൂർ വണ്ടി ഓടിയാലും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യാത്ര അറിയത്തേയില്ല. അതിങ്ങനെ വണ്ടിയിൽ കേട്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഭാഗ്യമാണ്, ജന്മസുഹൃതമാണ്, നിയോഗമാണ്. ഗുരുവിൻ്റെ ദർശനങ്ങൾ എങ്ങനെയെല്ലാം പ്രചരിപ്പിക്കാമെന്ന് ഞാൻ വളരെ കാലം മുതൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നു വീണ് കിട്ടിയ ഒരവസരമാണ് ഗുരുപദം.
അവരെ ചാനൽ തുടങ്ങി, യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിൻ്റെ 10,000 സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായപ്പോൾ അതിലൊരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ അടുത്ത് വരുന്നത്. അമ്പിളിയും അനീഷും കൂടെ വീട്ടിൽ വന്ന്. അപ്പോൾ അനീഷ് ചോദിച്ചു, എന്താ വിഷയം പറയുന്നത്? അന്നേരം ഗുരു ആരാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂർ വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മഹാഗുരു എന്തല്ല എന്ന് പറയാം, അത് എളുപ്പമാണ്. അങ്ങനെയാണ് അരമണിക്കൂർ ആദ്യമായി വന്ന ആ ഒരു ഗുരുവദൻ ടിവിയുടെ ആദ്യ എപ്പിസോഡ് തന്നെ വൈറലായി. മിക്കവാറും വിഷയങ്ങൾ ധാരാളം കേട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് പുനരുക്തി വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. 11ാമത് പ്രതിഷ്ഠാ വാർഷികമാണ്. തുടർന്ന് ഇവിടെ ഇനി മികവ് 2025 അത് നടക്കണം. അശോകൻ സാറിനെയൊക്കെ വളരെ നേരത്തെ പരിചയമുണ്ട്. നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ ബന്ധുവാണ്. അവിടെ വെച്ച് ഒരുപാട് പരിചയമുണ്ട് ആ മനുഷ്യന്. അദ്ദേഹമൊക്കെ വരും. അപ്പം നമുക്ക് ആമുഖങ്ങളൊന്നും കൂടാതെ ഈ മഹാഗുരുവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നിസ്തുലനായ ഒരു ഗുരു, നിസ്തുലനായ ഗുരു നിതാന്ത വിസ്മയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയൊരു വ്യക്തിത്വം ജീവിച്ചിരുന്നു എന്നുപോലും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള അതിശയമാണ് ഗുരു. നമ്മൾ ഭാരതത്തിൽ ധാരാളം സന്യാസിമാരെയും ഋഷിമാരെയും കണ്ടു. നമ്മൾ ധാരാളം വായിച്ച് പഠിച്ചിട്ടുണ്ട്, പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. അതിലെല്ലാം നമ്മൾ കേട്ടിരിക്കുന്ന ഒരുപാട് ഋഷിമാരുണ്ട്, ബ്രഹ്മർഷിമാരുണ്ട്, സന്യാസിമാരുണ്ട്, ആധ്യാത്മിക ആചാര്യന്മാരുണ്ട്. അവരിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു മഹാത്ഭുതമാണ് ശ്രീനാരായണ ഗുരുദേവൻ. കാരണം നമ്മൾ ഈ അറിഞ്ഞ സന്യാസി ശ്രേഷ്ഠന്മാർ, ഋഷിമാർ, ഇവരെല്ലാം ആധ്യാത്മികതയുടെ പടിക്കെട്ടിലൂടെ ഔന്നത്യത്തിലേക്ക് മനുഷ്യനെ ഉയർത്തി കൊണ്ടുപോയി അവനെ ഒരു പ്രത്യേക തലത്തിൽ എത്തിക്കാനുള്ള പരിശ്രമമാണ് അവരെല്ലാം ചെയ്തത്. അതൊന്നും തെറ്റല്ല, അതെല്ലാം ശരിയാണ്, 101% ശരിയാണ്. അതുകൊണ്ടാണ് ഭാരതം ഇന്നും നിലനിൽക്കുന്നത്. കാരണം ചരിത്രകാരൻ്റെ തൂലികകൾ ചലിക്കുന്നതിനു മുമ്പ് ഗതകാല തലമുറയ്ക്ക് എത്തി നോക്കാൻ പോലും കഴിയുന്ന കാലത്തിനപ്പുറം സന്ദേശങ്ങൾക്കുമേൽ സന്ദേശങ്ങൾ ലോകത്ത് പ്രചരിപ്പിച്ച രാജ്യമാണ് ഭാരതം. ഇപ്പം രാമായണ മാസം വരുന്നു. അതിൻ്റെ വിഷയങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. തലശ്ശേരി ബ്രണ്ണൻ കോളേജ് നമ്മൾ കേട്ട് നല്ല പരിചയമാണ്. മുഖ്യമന്ത്രി പഠിച്ചതും KPC പഴയ പ്രസിഡന്റ് വഴക്കുണ്ടാക്കിയതും ബാലൻ പറഞ്ഞതും ഒക്കെ ബ്രണ്ണൻ കോളേജിൽ വെച്ചാണ് ഇത്തവണത്തെ എൻ്റെ രാമായണ മാസത്തിലെ 2ാമത്തെ പ്രസംഗം. ആദ്യം തൃത്താലയാണ്, അല്ല തൃപ്രയാറാണ്. അത് നേരത്തെ ബുക്കിംഗാണ്. കർക്കിടകം 1 തൃപ്രയാർ, 4 അമ്പലം ഉണ്ടല്ലോ. നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ വന്ന് അവിടെ 2ാമത്തെ പരിപാടിയാണ് ബ്രണ്ണൻ കോളേജിലാണ് വെച്ചിരിക്കുന്നത്. എന്താ വിഷയം തന്നിരിക്കുന്നറിയാമോ? ക്ഷേമരാജ്യ സൃഷ്ടിയിൽ ആദിമകാവ്യത്തിൻ്റെ സ്വാധീനം. ഇതാണ് വിഷയം. ആദിമകാവ്യമാണ്. അക്കാലം മുതൽ നമുക്ക് ധാരാളം ഋഷിമാരുണ്ട്, സന്യാസിമാരുണ്ട്. ആ ആദിമകാവ്യം തന്ന സന്ദേശം നിസ്തുലമാണ്. അത് എന്നുണ്ടായി എന്ന് പോലും കൃത്യമായി ചരിത്രഘടന നടത്താൻ കഴിയാത്ത അന്നു മുതൽ നമ്മുടെ സന്ദേശങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിച്ച് ഈ സന്യാസി ശ്രേഷ്ഠന്മാർ, ഋഷിമാരെല്ലാം നിസ്തുലരാണ്, തുല്യതയില്ല. പക്ഷേ ഗുരുദേവനെ പോലെ അത്ഭുതകരമായ ഒരു ഋഷി വേറെ ഉണ്ടായിട്ടില്ല. എന്തെന്ന് വെച്ചാൽ ഈ ഋഷിമാരെല്ലാം തന്നെ ആധ്യാത്മികതയുടെ ഔന്നത്യത്തിലേക്ക് മനുഷ്യനെ വലിച്ചുയർത്തിയപ്പോൾ മഹാഗുരുവിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ആത്മീയവാദിയാണോ അത്രമാത്രം ഭൗതികവാദിയാണ്. അതൊരു മഹാത്ഭുതമല്ലേ? ലോകത്തിൽ ആരെ കൊണ്ട് കഴിയും? അതിന് പ്രയോഗിച്ച ഒരുപാട് മാധ്യമങ്ങളുണ്ട് ഗുരുദേവൻ്റെ. അതാണ് നമ്മളെ കൂടുതൽ അതിശയിപ്പിക്കുന്നത്. ഒറ്റയടിക്കിരുന്ന് ഗുരുദേവൻ വേദാന്തം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ബോറടിച്ചു പോകത്തില്ലേ? വേദാന്തങ്ങൾ പറയും, ഉദാഹരണങ്ങൾ പറയും, കഥകൾ പറയും, പൊട്ടിച്ചിരിപ്പിക്കുന്ന നേരം പോക്ക് പറയും. അത് ഗുരുദേവനെ സംബന്ധിച്ച് എൻ്റെ ഒരു സബ്ജക്റ്റാണ്. ഗുരുവൈഖരിയിലെ നർമ്മങ്ങളും മർമ്മങ്ങളും 121ഓളം
നേരമ്പോക്കല്ല, നേരമ്പോക്കെന്ന് പറയാൻ പറ്റത്തില്ല അതിന്. അത് നർമ്മങ്ങൾ 121 എനിക്ക് ആധികാരികമായി കിട്ടിയത് എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം ബ്രഹ്മാണ്ടമാണ്. ഒരു നമ്പൂതിരി വന്നു, ശിവഗിരി വന്നു, ഗുരുദേവനെ കണ്ടു. ഗുരുദേവനെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഏതെല്ലാം ആൾക്കാർ ഈഴവരാതി താഴോട്ടുള്ള എന്ന് അവർ സങ്കല്പിക്കുന്നത്, താഴോട്ട് മേലോട്ടൊന്നുമില്ല, നിങ്ങളെല്ലാം എത്ര ശ്രമിച്ച് പഠിച്ചാലും സംസ്കൃതത്തിൽ വേദങ്ങൾ പഠിച്ചിട്ട് കൃത്യമായി അതിൻ്റെ താളക്രമത്തിൽ ഉച്ചരിക്കണമെങ്കിൽ ബ്രാഹ്മണർ വിചാരിച്ചാലേ പറ്റൂ എന്ന് പറയും. അവർക്കാണ് പാരമ്പര്യമായിട്ട് വേദങ്ങളുടെ ഉച്ചാരണ ശുദ്ധിയും അതിൻ്റെ താളക്രമങ്ങളും നിശ്ചയമുള്ളതെന്ന് പറഞ്ഞ ബ്രാഹ്മണ ശ്രേഷ്ഠനോട് ഗുരുദേവൻ പറഞ്ഞു, അപ്പോൾ സംഗീതമോ? അപ്പോഴും തിരുമേനി പറഞ്ഞു, സംഗീതവും ബ്രാഹ്മണർ പാടിയാലാണ് കേൾക്കാൻ രസം. അതിലെ സ്വരവിസ്താരങ്ങളും സ്വരജതികളും സ്ഥാനങ്ങളും എല്ലാം അവർ കൃത്യമായി വിസ്തരിച്ച് പാടാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. വീണ എന്ന് പറയുന്ന ഉപകരണം ഉണ്ടല്ലോ, അത് കൃത്യമായി താളക്രമത്തിൽ സംഗീതം പൊഴിക്കാറുണ്ട്. അത് ബ്രാഹ്മണനാണോ അതോ അവർണനാണോ എന്ന് ചോദിച്ചു. ഈ വീണ ഇതിനേക്കാൾ വലിയൊരു അടി ബ്രാഹ്മണന് കിട്ടാനുണ്ടോ? ഓർത്തോർത്തോർത്ത് ചിരിക്കുകയും ചിന്തിക്കാൻ ചെയ്യും കഴിയുന്ന നേരമ്പോക്കുകളാണ് ഇതൊക്കെ. കോന്നിയിൽ ഗുരുദേവൻ എഴുന്നള്ളിയിരിക്കുന്ന സമയത്ത് വൈദിക കർമ്മങ്ങളിൽ ഗുരുദേവൻ വൈദിക കർമ്മങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്, ഹോമമന്ത്രം തന്നിട്ടുണ്ട്. പക്ഷേ വൈദിക കർമ്മങ്ങളിലെ അനാചാരങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കോന്നിയിൽ ഗുരുദേവൻ എഴുന്നള്ളിക്കുന്ന സമയത്ത് അവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ടായിരുന്നു. ഇപ്പോഴും ക്ഷേത്രമുണ്ട്. അതിലെ ആചാരങ്ങളൊക്കെ മാറ്റി. അന്നത്തെ അവിടുത്തെ പ്രധാന ആചാരം തെറി വിളിക്കുക, മൃഗബലി ചെയ്യുക, ഇതൊക്കെയായിരുന്നു പരിപാടി. അവിടെ ഒരു വെളിച്ചപ്പാടുണ്ടായിരുന്നു, ഒരു തടിമാടൻ വെളിച്ചപ്പാട്. ഗുരുദേവൻ എഴുന്നള്ളിയിരിക്കുന്ന സമയത്ത് ഇയാൾ അങ്ങോട്ട് ഉറഞ്ഞ് തുള്ളി ചേങ്കല മൃദംഗങ്ങളൊക്കെ അങ്ങോട്ട് താളമേളങ്ങൾ ഉയർത്തി കാൽത്തളയൊക്കെ കിലുക്കി തെളുതിളാത്തിളക്കുന്ന വാളുമായിട്ട് ആലറി കൂവി ചാടിക്കൊണ്ട് വന്ന് ഇയാളെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും എഴുന്നേറ്റ് മാറി ഓടി. കാരണം വെളിച്ചപ്പാടിൻ്റെ പുറത്ത് ദേവി ഉണ്ടെന്നാണല്ലോ സങ്കല്പം. സാംബശിവൻ കഥാപ്രസംഗം പറയും ഒരുത്തം ഉച്ച സമയത്ത് ഇങ്ങോട്ട് വന്ന് വാളും എടുത്തുകൊണ്ട് തുള്ളി ഒരു കഥ സാംബശിവൻ പറയും. അപ്പം അമ്മമാരെല്ലാം തട്ടുകൊടുത്തോണ്ട് ആരാ അന്നാ? അന്നേരം പറയും തുള്ളുന്നത് നീലാണ്ടനാ, അവൻ്റെ പുറത്ത് കയറി തുള്ളുന്നത് ആരാന്ന് സാംബശിവൻ ചോദിക്കും. അതുപോലെ ഇയാളുടെ പുറത്ത് കയറി ആരോ തുള്ളുന്നെന്നുള്ള രീതിയിൽ ഭയങ്കര ബഹളത്തോടു കൂടി ഗുരുദേവൻ്റെ അടുത്തേക്ക് വന്നു. ഇയാളെ കണ്ടവരെല്ലാം ഭയന്ന് ഓടി മാറുകയാണ്. വെളിച്ചപ്പാട് ഗുരുദേവൻ്റെ അടുത്ത് വന്നപ്പോൾ നമ്മുടെ പഴയ മലയാള ശൈലിയിലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഗുരുദേവൻ ഒറ്റ ഇരിപ്പ്. ആട്ടുകല്ലെ കാറ്റ് പിടിക്കുമോ? അരി അരയ്ക്കുന്ന പഴയ ആട്ടുകല്ലിലെ ഏത് കൊടുങ്കാറ്റടിച്ചാലും കല്ലിളവോ? ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ വെളിച്ചപ്പാടിൻ്റെ ഈ വരവ് കണ്ടിട്ട് ജനങ്ങളെല്ലാം ഭയന്ന് ഓടി തൊഴുതോടെ നിൽക്കുമ്പോൾ ഗുരുദേവനൊരു ഒറ്റ ഇരിപ്പ് അവിടെ തന്നെ. ഇയാൾ അവിടെ വന്ന് കുറേ സർക്കസ് കാണിച്ചു, മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്ക് തന്നെ ഒരു ക്ഷീണം തോന്നി. കാരണം ഭക്തരെല്ലാം കൂടെ നിൽക്കുകയല്ലേ, ഒരു മനുഷ്യൻ തന്നെ ആദരിക്കുന്നില്ല. അപ്പോൾ ഇയാളൊരു ചോദ്യം ചോദിച്ചു, നമ്മ മനസ്സിലായില്ലെന്നുണ്ടോ? അപ്പോൾ ഇയാളുടെ പുറത്താരോ ഇരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായില്ലെന്നുണ്ടോ എന്ന് ചോദിച്ചത്. ഗുരുദേവൻ പറഞ്ഞു, മനസ്സിലായി. എന്തു മനസ്സിലായി? ഒരു തടിയനാന്ന് മനസ്സിലായി. അതിനകത്തെല്ലാം ഉണ്ട്. കാരണം നിന്റെ പുറത്ത് ആരുമില്ല, നീ വെറും തടിയനാണ്, ഈ തടി കൊണ്ടൊരു അർത്ഥവുമില്ല എന്നാണ് ആ പറഞ്ഞ ഒറ്റ നർമ്മത്തിനകത്ത് വലിയൊരു മർമ്മമുണ്ട്. അന്നേരം ഇയാൾ അങ്ങോട്ട് കാരി തുള്ളിക്കൊണ്ട് ചോദിച്ചു, പരീക്ഷണങ്ങൾ വല്ലതും കാണണമോ? ഗുരുദേവൻ പറഞ്ഞു, കണ്ടാ കൊള്ളാം. എന്താണ് കാണേണ്ടത്? പല്ലില്ലാതെ തൻ്റെ വായിൽ 5-6 പല്ലുണ്ടായി കണ്ടാ കൊള്ളാം. അതോടെ അയാളുടെ തുള്ളൽ തീർന്നു. ഒരനാചാരത്തെ തകർക്കാൻ ഗുരുദേവൻ പ്രയോഗിച്ച ഒരു നർമ്മമാണത്. ആ നർമ്മത്തിൻ്റെ മർമ്മം ശീർഷാസനത്തിൽ നിന്ന് ആലോചിച്ചാലും അത് പൂർണ്ണമായും മനസ്സിലാകില്ല. അതാണ് ഗുരുദേവൻ. വേദാന്തിക്ക് തമാശ പറയാൻ പാടുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്, നിസ്തുലനായ ഗുരു മഹാവിസ്മയെന്ന്. വിശ്വാമിത്രൻ നേരമ്പോക്ക് പറഞ്ഞിട്ടുണ്ടോ? വസിഷ്ഠ മഹർഷി പറഞ്ഞിട്ടുണ്ടോ? കണ്വൻ പറഞ്ഞിട്ടുണ്ടോ? ദുർവാസാവ് പറഞ്ഞിട്ടുണ്ടോ? അങ്ങ് അത് പിന്നെ തമാശയില്ല, ഭയങ്കര കോപമാണ്, ഉഗ്രകോപിയാണ്. അവരാരും ഞാൻ ഭാരത പുരാണത്തിൽ ഞാൻ പഠിച്ച ഋഷിമാരാരും തന്നെ നേരമ്പോക്ക് പറയുന്നവരല്ല. കാരണം അവർക്ക് നേരമ്പോക്ക് പറയലല്ല, ആത്മാവിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരതിലേക്ക് പോകാറില്ല. ആത്മാവിൻ്റെ ഗൗരവം പഠിപ്പിച്ചത് മാത്രമല്ല,
വേദാന്തത്തെ അയത്നലളിതമായ മലയാള കാവ്യത്തിലേക്ക് പകർത്താൻ മഹാഗുരു എന്ന മഹാത്ഭുതത്തിനല്ലാതെ കഴിയത്തില്ല. വേദാന്തം പഠിപ്പിക്കുന്നത് തന്നെ വളരെ കൃച്ഛ്രസാധ്യമായ ഒന്നാണ്, ദുർഗ്രഹമാണ് വേദാന്തം. ആ വേദാന്തം ഗദ്യഭാഷയിൽ തന്നെ പഠിപ്പിക്കൽ പ്രയാസമാകുമ്പോൾ സംസ്കൃത ഭാഷയ്ക്ക് മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന അനർഘമായ വേദാന്തങ്ങൾ വളരെ ലളിതമായ കരതലാമലകം പോലെ മലയാള കവിതയിൽ മാറ്റാൻ ഒരു വിസ്മയത്തിനെ ഇന്നുവരെ കഴിഞ്ഞിട്ടുള്ളൂ. അത് സാക്ഷാത് ശ്രീനാരായണ ഗുരുദേവനാണ്. വിസ്മയമല്ലേ? അതിഗൗരവമായ വിഷയങ്ങൾ പോലും നർമ്മത്തിൽ ചാലിച്ച് ലഘൂകരിച്ചതിൻ്റെ സംഭവമല്ലേ അരുവിപ്പുറം പ്രതിഷ്ഠ? ഇതൊരു അത്ഭുതമല്ലേ ഗുരുദേവൻ? നിതാന്ത വിസ്മയം, ഒടുങ്ങാത്ത അത്ഭുതമാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് പറഞ്ഞ കൊടുങ്കാറ്റിൻ്റെ പ്രചണ്ഡതയായിരുന്നു ആ പ്രതിഷ്ഠയ്ക്ക്. ഒരു ആചാരത്തെ തകർക്കാൻ നമുക്ക് കഴിയുമോ? ഇംഗ്ലീഷിലൊരു ചൊല്ല് തന്നെ ഉണ്ട്, വി ക്യാൻ സ്മാഷ് ആൻ ആറ്റം ബട്ട് വി കാൺട് സ്മാഷ് പ്രെജുഡിസ്. ഒരാറ്റത്തിനെ നമുക്ക് തകർക്കാം, പക്ഷേ ആചാരത്തെ തകർക്കാൻ പറ്റില്ല. ആറ്റം വിഭജിച്ചാലും ആചാരം തകർക്കാൻ പറ്റില്ല. പറ്റുമായിരുന്നെങ്കിൽ സുപ്രീം കോടതി വിധിച്ചു സ്ത്രീകളെല്ലാം കൂടെ ശബരിമലയെ കയറിക്കോട്ടെന്ന്. കയറിയോ? എന്ത് ബഹളം നടന്നിവിടെ! ലാത്തിച്ചാർജും അടിയും പിടിയും അറസ്റ്റും. അയ്യോ, ശ്രീജിത്ത് SP കിടന്ന് കരയുന്നൊക്കെ നമ്മൾ, DIG കിടന്ന് കരയുന്നൊക്കെ നമ്മൾ കണ്ടു. വളരെ പ്രയാസപ്പെട്ടു. ആചാരം തകർക്കാൻ പറ്റിയില്ല, ആചാരം തകർക്കാൻ പറ്റത്തില്ല. അതാണ് ചില പീഡന കേസുകളിലൊക്കെ, ചില അങ്ങനത്തെ കേസുകളിലൊക്കെ ചില പുരോഹിതന്മാർ പെട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വലിയ വ്യക്തിത്വമായിരുന്നു മാർത്തോമാ സഭയുടെ മേലധ്യക്ഷനായിരുന്ന കാലം ചെയ്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി. മലയാളക്കരയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രഭാഷണം ആരുടേതാണെന്ന് എന്നോട് ചോദിച്ചാൽ കണ്ണുടച്ച് ഞാൻ പറയും ക്രിസോസ്റ്റം തിരുമേനിയുടെ പ്രസംഗമാണ് ഇഷ്ടം. കാരണം ഇത്തിരിയേ പറയൂ, ആ പറയുന്നത് മുഴുവൻ കതിരാണ്, പതിരില്ല. ചിരിയും ചിന്തയും വാരി വിതറിപ്പോകുന്ന ആ പ്രഭാഷണം ആരും കേട്ടിരുന്നു പോകും. അദ്ദേഹം ക്ഷേത്രങ്ങളിലും പോകും, മുസ്ലിം പള്ളിയിലും പോകും, ആട്ടോറിക്ഷ തൊഴിലാളികളുടെ സമ്മേളനത്തിനും പോകും. മാർക്സിസ്റ്റുകാരുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് പത്തനംതിട്ടയിൽ അതിൽ ജില്ലാ കമ്മിറ്റിയിൽ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നത് ക്രിസോസ്റ്റം തിരുമേനിയാണ്. ഞാൻ വിചാരിച്ചു ഇദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ എന്തായിരിക്കും പ്രസംഗിക്കുന്നത്. കയറി ഇന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞെന്താണെന്നറിയാമോ? പാർട്ടി കോൺഗ്രസ്സിന് എന്നെ എന്തിനാ വിളിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. വിളിച്ചത് അവരുടെ മര്യാദ, വിളിച്ചപ്പോൾ വരേണ്ടത് എൻ്റെ മര്യാദ. എന്നിട്ട് അദ്ദേഹത്തിന് പിന്നെ തെങ്ങിക്കയറുന്ന തണ്ടാനോട് ചെയ്ത ചില കാര്യങ്ങൾ, അതാണ് യഥാർത്ഥ കമ്മ്യൂണിസം എന്നൊക്കെ അദ്ദേഹം സ്ഥാപിച്ചിട്ട് പോയി. എവിടെയും ആര് വിളിച്ചാലും പോകും, കാരണം അദ്ദേഹം മനുഷ്യസ്നേഹിയായിരുന്നു. ശിവഗിരിയിൽ പലപ്പോഴും പ്രഭാഷണത്തിന് പോകുമ്പോൾ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയും ക്രിസോസ്റ്റം തിരുമേനിയുടെ പരിപാടി എന്നാ, അന്ന് വേണം എൻ്റെ ഡേറ്റ് കൊടുക്കാമെന്ന് പറയും. കാരണം ഇത് കേൾക്കാനാണ്, പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് കേൾക്കാനാണ് ഇഷ്ടം. ഗുരുദേവനെ പറ്റിയൊക്കെ അഗാധമായ ജ്ഞാനം ആയിരുന്നു. അപ്പം ക്രിസോസ്റ്റം തിരുമേനിയോട് ഞാൻ ചോദിച്ചു, ഇത്തരം പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഞാൻ ചോദിച്ചു, ഈ കുംഭസാരത്തിന് പുരുഷന്മാരായ അച്ഛന്മാരിരിക്കുമ്പോൾ സ്ത്രീകൾ ചെന്നിട്ട് കുടുംബരഹസ്യങ്ങളും മറ്റും പറയുമ്പോഴല്ലയോ ഈ പ്രശ്നത്തിലേക്കൊക്കെ പോകുന്നതെന്ന് ചോദിച്ചു. ചോദിച്ചത് അങ്ങനൊന്നുമല്ല, നിങ്ങളുടെ മുമ്പിൽ സഭ്യമായിട്ട് പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് ഞാനൊരു സംശയം ചോദിച്ചു ക്രിസോസ്റ്റം തിരുമേനിയുടെ, ഈ കുംഭസാരക്കൂട്ടിലിരിക്കാൻ വേണ്ടി കുർബാന നടത്താനും കുംഭസാരിക്കാനും സ്ത്രീകളുടെ കാര്യത്തിൽ കന്യാസ്ത്രീകളെ ഇരുത്തിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. ഒരു ഭേദഗതി പറഞ്ഞു നോക്കിയതാണ്. പെട്ടെന്നാണ് ക്രിസോസ്റ്റം തിരുമേനിയോട് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി സ്പോണ്ടേനിയസ് ആണ്, അപ്പം കിട്ടും മറുപടി. പിന്നത്തേക്ക് മാറ്റി വയ്ക്കത്തില്ല, റെഫർ ചെയ്ത് പറയാം, പിന്നെ പറയാം, നോക്കിയിട്ട് പറയാം, ഒന്നുമില്ല. ഏത് വേദിയിൽ വെച്ച് എപ്പോൾ ചോദിച്ചാലും അന്നേരം ക്രിസോസ്റ്റം തിരുമേനിയുടെ ഉത്തരം കിട്ടും. ഒരിക്കൽ മാർത്തോമാ സഭയുടെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ സമ്മേളനം നെയ്യാറ്റിൻകര നടന്നു. അവരുടെ സംസ്ഥാന സമ്മേളനം യുവതി യുവാക്കളുടെ യുവജന പ്രസ്ഥാന മാർത്തോമാ സഭ. അത് ഉദ്ഘാടനം ക്രിസോസ്റ്റം തിരുമേനി. അവർക്ക് ക്ലാസ് എടുക്കാൻ എന്നെ കൊണ്ടുവരിക, ടീനേജ് പ്രോബ്ലംസ്, കൗമാര പ്രശ്നങ്ങൾ അവതരിപ്പിക്കണം. അപ്പോൾ തിരുമേനി ഉദ്ഘാടനം കഴിഞ്ഞു, 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. 2-3 കാര്യം പറഞ്ഞ് അങ്ങ് അവസാനിപ്പിച്ചതിന് ശേഷം കുട്ടികളോട്, യുവതി യുവാക്കളോട് ചോദിച്ചു, നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ?
അവർ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പിതാവ് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. കാര്യമായ സംശയങ്ങൾ പലതും ചോദിച്ച് അതിനെല്ലാം മറുപടി പറഞ്ഞു. ഞാൻ കൂട്ടത്തിൽ ഒരുത്തൻ ചോദിച്ചു, ആണും പെണ്ണും ഇടകലർന്നിരുന്ന് പഠിക്കുന്ന ഒരു സമരം ഉണ്ടായ കാലമാണ്. കോളേജിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് പഠിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ പിതാവേ എന്ന് ചോദിച്ചു. ഒരു കുഴപ്പവുമില്ല, ഇടകലർന്നിരിക്കാം, പക്ഷേ അവർ അടങ്ങിയിരിക്കത്തില്ല, അതാണ് പ്രശ്നം. അങ്ങനത്തെ മറുപടിയാണ്. ഏതോ ഒരു കുരുത്തം കെട്ടവൻ ഉടനെ എഴുന്നേറ്റിട്ട് സംശയങ്ങൾക്കിടയിൽ ഒരു സംശയം ചോദിച്ചു. അല്ല പിതാവേ, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ലോത്തിന്റെ ഭാര്യയുടെ പേരെന്താന്ന് ചോദിച്ചു. ചോദ്യം വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, വേദപുസ്തകത്തിൽ ലോത്തിന്റെ ഭാര്യയുടെ പേര് പറഞ്ഞിട്ടില്ല. ലോത്തിന്റെ ഭാര്യ എന്നല്ലാതെ പേര് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിച്ച്, ഇനി ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന വേദപുസ്തകത്തിൽ പറഞ്ഞ ലോത്താണ്, ഖുർആനിൽ ലൂത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഖുർആനിലുണ്ടോ എന്ന് ആലോചിച്ചു, അവിടെയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവൻ തിരുമേനിക്ക് പണി കൊടുത്താണ്. ഒന്നുകിൽ ഇവൻ അറിയാൻ ചോദിച്ചാൽ അല്ലേ പണി കൊടുത്താണ്. നല്ല കമ്പനിയോടാ കളി. ഉടനെ തിരുമേനി തിരിച്ച ആ ചെറുപ്പക്കാരനെ വിളിച്ച്, എടാ കൊച്ചനെ, നീ പെണ്ണ് കെട്ടിയിട്ടുണ്ടോ? ഇല്ല. പെണ്ണ് കെട്ടാതെ നീ എന്തിനാടാ വല്ലവരുടെയും ഭാര്യയുടെ പേരന്വേഷിക്കുന്നത്? അവൻ്റെ സോക്കേട് ചോദ്യം അവിടെ തീർന്നു. എന്നതുപോലെ പെട്ടെന്ന് മറുപടി കിട്ടും. ഞാൻ ക്രിസ്തുവിനോട് ചോദിച്ചു, ഈ കുംഭസാരത്തിലും കുർബാനയ്ക്കും കന്യാസ്ത്രീകളെ ഇരുത്തിക്കൂടെ എന്ന് ചോദിച്ചുടനെ എനിക്ക് മറുപടി കിട്ടി. അന്നേരം പറയുക, ഈ കുംഭസാരമെന്ന് പറയുന്ന വെളിയിൽ ആരോടും പറയാത്ത രഹസ്യങ്ങളാണ് കുംഭസാരക്കൂട്ടിലിരുന്ന് പറയുന്നത്. അതൊരു പെണ്ണിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് കേരളം മുഴുവൻ അറിയും. അതുകൊണ്ട് കന്യാസ്ത്രീ പറ്റൂല. പെട്ടെന്ന് അതാണ് പെണ്ണിൻ്റെ മനസ്സിൽ രഹസ്യം ഇരിക്കില്ല. അയ്യോ, അത് സ്ത്രീകളുടെ കുഴപ്പമല്ലത്. പെണ്ണിൻ്റെ മനസ്സിൽ രഹസ്യമിരിക്കില്ല എന്ന് ആശാൻ പറഞ്ഞിട്ടുണ്ട്. വെട്ടം വിളക്കിൽ ഒളിച്ചിരിക്കാം നാരി, ഹൃത്തിൽ രഹസ്യം അടങ്ങിയിരിക്കുമോ. ഒരു വിളക്കിൻ്റെ വെളിച്ചം മുഴുവൻ വിളക്കിനകത്തൊളിച്ചിരിക്കാം, പക്ഷെ എന്നാലും ഒരു പെണ്ണിൻ്റെ മനസ്സിൽ രഹസ്യം ഇരിക്കത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? ഇനി എൻ്റെ സഹോദരിമാർക്കെല്ലാം തൈക്കാട്ടുശ്ശേരി, എന്താണ് സ്ഥലത്തിൻ്റെ പേരെന്താണ്? തേവർവട്ടം. തേവർവട്ടത്തെ സഹോദരിമാർക്ക് ഞാൻ നല്ലൊരു മറുപടി പറഞ്ഞുതരാം. പെണ്ണിൻ്റെ മനസ്സിൽ രഹസ്യമിരിക്കാത്തത് എന്താണെന്ന് എനിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താ കാര്യം എന്നറിയാമോ? യുധിഷ്ഠിരൻ്റെ ധർമ്മപുത്രരുടെ ശാപമാണ്. അങ്ങനെ പറഞ്ഞാട്ടെ, ചുമ്മാതാന്നോ ഞങ്ങളുടെ മനസ്സിൽ രഹസ്യം ഇരിക്കാത്ത? ഇപ്പോഴല്ലേ എൻ്റെ കാര്യം പിടികിട്ടിയത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ യുദ്ധം അവസാനിച്ചു. ശിരസ്സറ്റ കബന്ധങ്ങൾ ധാരാളം, മുറിഞ്ഞ കൈകളും കാലുകളും അവയവങ്ങളും ആയിരക്കണക്കിന്. ചോരപ്പുഴയിൽ മുങ്ങിക്കിടക്കുന്നു കുരുക്ഷേത്ര ഭൂമി. പലരും ആ രംഗം വർണ്ണിച്ചെങ്കിലും ഏറ്റവും ഹൃദയസ്പൃക്കായത് പുതുശ്ശേരി രാമചന്ദ്രൻ സാറിൻ്റെ വരികളാണ്. അരിഞ്ഞു വീഴുന്ന തലകളും കുട തഴകളും ചായും കൊടിമരങ്ങളും മുടി കടകങ്ങൾ നിണപ്പുഴകളിൽ ഒഴുകിയെത്തുന്ന കബന്ധങ്ങളെണ്ണി തലയറയുമദ്ദീതമാരുടെ അലമുറകളും തിളച്ച കണ്ണീരും. ആ ചോരക്കളത്തിലൂടെ പഞ്ചപാണ്ഡവരും കുന്തിയും ശേഷക്രിയ നടത്താൻ വേണ്ടി പോവുക കണ്ണനോടൊപ്പം. ഭഗവാൻ കൂടെയുണ്ട്. മരിച്ചുപോയ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും വേണ്ടി ശ്രാദ്ധം നടത്താൻ, ശേഷക്രിയ നടത്താൻ ഭഗവാനോടൊപ്പം പാണ്ഡവരും കുന്തിയും പോകുമ്പോൾ കുന്തി പറഞ്ഞു ഭഗവാനോട്, ശേഷക്രിയ നടത്തുന്ന കൂട്ടത്തിൽ കർണന് കൂടെ വേണ്ടി ഒരു ശേഷക്രിയ നടത്തണം. പെട്ടെന്ന് യുധിഷ്ഠിരൻ ധർമ്മപുത്രൻ അങ്ങ് പൊട്ടിത്തെറിച്ചു. അധർമ്മത്തിൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ അശ്രാന്ത പരിശ്രമം ചെയ്ത് നിഗ്രഹിച്ച കർണന് വേണ്ടി എന്തിനാണ് ഒരു ശേഷക്രിയ നടത്തുന്നത്? അപ്പോഴാണ് കണ്ണൻ മറുപടി ഒന്നും പറഞ്ഞില്ല. കണ്ണൻ ചിരിച്ചോണ്ടിരുന്ന്, കണ്ണൻ ഇതെല്ലാം അറിയാമല്ലോ, കള്ളക്കണ്ണൻ ചിരിച്ചോണ്ട് വന്നു, ഒരു മറുപടിയും പറഞ്ഞില്ല. അന്നേരമാണ് കുന്തി പറയുന്നത്, കർണന് വേണ്ടി ശേഷക്രിയ ചെയ്തേ പറ്റൂ മക്കളെ. കാരണം കർണൻ നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനാണ്, എൻ്റെ മകനാണ്. ആ സത്യം പാണ്ഡവർ അപ്പോഴാണ് അറിയുന്നത്, അതുവരെ അറിഞ്ഞില്ല. അപ്പോഴാണ് ധർമ്മപുത്രൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞത്, ഈ സത്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരനെ ഇത്ര നിഷ്ഠുരമായി ഞങ്ങൾ വധിക്കുമായിരുന്നില്ല. നിങ്ങൾ എന്തിനത് മറച്ചു വച്ചു? ഞങ്ങളുടെ സഹോദരൻ എന്നൊരു എന്തിനു മറച്ചു വച്ചു? കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് ധർമ്മപുത്രൻ ശപിച്ചു,
ഒരു രഹസ്യം ഇത്രമാത്രം സൂക്ഷിക്കാൻ, ഇത്രയും കൊടുമ്പിരി കണ്ട യുദ്ധവും കൊലപാതകവും നടന്നിട്ട് പോലും രഹസ്യം മറച്ചു വെച്ചൊരു പെണ്ണ്. അതുകൊണ്ട് ഇനി ഒരു പെണ്ണിൻ്റെയും മനസ്സിൽ രഹസ്യം ഇരിക്കാതെ പോട്ടെ. കുരുക്ഷേത്രത്തിൽ വെച്ച യുധിഷ്ഠിരൻ്റെ ശാപമാണ് കേട്ടോ. സമാധാനമായി ചുമ്മാതാന്നോ വല്ലതും കേട്ടാൽ മനസ്സിലിരിക്കാത്തത്. ഇനി ആരെങ്കിലും പറഞ്ഞ നീ എന്തിനാടി വല്ലവരോടും പറഞ്ഞെന്ന് പറയാം. ബഷീർ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട് യുധിഷ്ഠിരൻ്റെ ശാപമാ പറഞ്ഞാലങ്ങ്. അതുകൊണ്ട് എന്ത് വേണം, പുരുഷന്മാരെന്ത് വേണം, രഹസ്യം അങ്ങോട്ട് പറയാതിരുന്നാൽ മതി. വേണ്ട രഹസ്യം പറയേണ്ട, വെളിയിൽ പറയാൻ പാടില്ലാത്ത കാര്യം അങ്ങോട്ട് പറയരുത്. പറഞ്ഞാൽ നാട് മൊത്തം അറിയും. അതുകൊണ്ട് കന്യാസ്ത്രീയെ കുംഭസാരത്തിനിരുത്താൻ പറ്റത്തില്ല, കുർബാനയ്ക്ക് ഇരുത്താൻ പറ്റില്ല. അത് ആചാരമാണ്, അത് പുരുഷനേ പറ്റൂ, ആചാരമാണ്. വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ പുരുഷനേ കഴിയൂ, സ്ത്രീക്ക് കഴിയില്ല. എത്ര വലിയ മതവിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വെള്ളിയാഴ്ച ദിവസം മുസ്ലിം പള്ളിയിൽ നേതൃത്വം കൊടുക്കാൻ ഇമാമായി നിൽക്കുക എന്ന് പറയും. അത് പുരുഷനേ പറ്റൂ, ആചാരമാണ്. തിരുത്താൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. ആണോ? ഇതുപോലെ എത്ര 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 ആചാരങ്ങളുണ്ട് നമുക്ക്. ചെരുപ്പിട്ടുകൊണ്ട് ശ്രീകോവിലെടുത്ത് കയറാൻ പറ്റുമോ? പുറത്തിടണം, ആചാരമാണ്. ആചാരങ്ങൾ തകർക്കാൻ കഴിയില്ല. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല. ഏത് സുപ്രീം കോടതിയാ പറഞ്ഞത്, പട്ടാളവും പോലീസും എല്ലാം ഇറങ്ങിയിട്ടും നടന്നില്ല. കാരണം വി ക്യാൻ സ്മാഷ് ആൻ ആറ്റം ബട്ട് വി കാൻ സ്മാഷ് പ്രെജുഡിസ്. എന്നാൽ സഹസ്രാനുസഹസ്രാബ്ദങ്ങളായി, ആയിരക്കണക്കിന് കൊല്ലങ്ങളായി പ്രതിഷ്ഠ നടത്തിയത് പൂണൂൽധാരികളായ ബ്രാഹ്മണായിരുന്നെങ്കിൽ ആചാരം തട്ടി തകർത്തുകൊണ്ട് ചില്ലുമേടയിലിരുന്ന അവരുടെ ധാർഷ്ട്യത്തിന്റെ, അഹങ്കാരത്തിന്റെ, അടിച്ചമർത്തലിന്റെ ചില്ലുകൊട്ടാരം എറിഞ്ഞുടച്ച ശില അരിപ്പുറത്ത് പ്രതിഷ്ഠിച്ചപ്പോൾ ഗുരുദേവൻ ചെയ്ത മഹാവിസ്മയമാണിത്. നിസ്തുല ഗുരുവെന്ന നിതാന്ത വിസ്മയം. ശില പ്രതിഷ്ഠിച്ചു. ആ പ്രതിഷ്ഠിച്ചതിനെ സംബന്ധിച്ച് നമ്മൾ വളരെ കൂളായിട്ട് പറയാറുണ്ട്. ശങ്കരൻകുഴിയിൽ മുങ്ങി ഒരു ശിലയെടുത്തു, പാതിരാവിൽ കൊണ്ടുവന്നു, കണ്ണുനീരോടെ ജപിച്ചു, കൊണ്ട് പാറയിൽ വെച്ചു, രണ്ടും കൂടെ ചേർന്നങ്ങ് ഒട്ടിപ്പോയി പറയാറുണ്ട്. കേട്ട് 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 ഇന്നത്തെ ശൈലി പറഞ്ഞാൽ എന്താണ്, ക്ലിഷേ സംഭവിച്ചെന്ന് വേണേ പറയാം. അങ്ങനെ പറഞ്ഞുകൂടാ ഗുരുദേവചര്യത്തിൽ എന്ന് പറഞ്ഞ് നമ്മൾ അത്രമാത്രം അത് കേട്ടുപോയി. പക്ഷെ അതിൻ്റെ ശരിയായ വിസ്മയം എത്ര പേർ മനസ്സിലാക്കി? അതിൽ വലിയൊരു വിസ്മയമുണ്ട്. ഗുരുദേവന്റെ ആദ്യത്തെ സന്യാസി ശിഷ്യൻ ശിവലിംഗസ്വാമി അല്ലേ, അദ്ദേഹമാണ്. ആ സ്വാമി ശരിക്കും നെയ്യാറ്റിൻകരയിലെ ഒരു വലിയ നായർ തറവാട്ടിലെ അംഗമാണ്. ഗുരുദേവനെപ്പറ്റി എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ അത് തേടിപ്പോകുന്നത് എൻ്റെ ഒരു വലിയ സ്വത്വാന്വേഷണമാണ്. അത് ഇന്നലെ തുടങ്ങിയല്ല, 16 വയസ്സ് മുതൽ തുടങ്ങിയതാണ്. അംബാസമുദ്രം, തമിഴ്നാട്ടിലെ അംബാസമുദ്രത്തിൽ ഗുരുദേവൻ്റെ ഒരു അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടു. തിരുനെൽവേലി ട്രെയിൻ ഇറങ്ങി നടന്നും എരച്ചും എല്ലാം പോയി. ഗുരുദേവൻ താമസിച്ചിരുന്ന വീടും ഞാൻ കണ്ടുപിടിച്ചു, കാണിച്ച അത്ഭുതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കണ്ടുപിടിച്ചു. ഗുരുദേവൻ അവിടെ പോയാൽ സ്ഥിരമായി ചെന്നിരിക്കുന്ന ഒരു ശിവക്ഷേത്രമുണ്ട്, പാപനാശം ശിവക്ഷേത്രം. ആ ശിവക്ഷേത്രം കണ്ടുപിടിച്ചു, അവിടെ എല്ലാം പോയി. അതെൻ്റെ ഒരു ജോലിയാണ്. കേരളത്തിൽ ആദ്യമായി കഥാപ്രസംഗം പറഞ്ഞ സത്യദേവൻ എന്നൊരാളാണെന്നും അത് നമ്മുടെ വടക്കൻ പറവൂരിൽ വെച്ചാണെന്നും, വടക്കൻ പറവൂരിന് അടുത്തൊരു സ്ഥലമാണ് സത്യമംഗലം, അവിടെ വെച്ചാണെന്നും ഒക്കെ കേട്ടറിഞ്ഞപ്പോൾ ഈ സത്യദേവൻ്റെ പേര് തേടി നടന്നു. അദ്ദേഹം പാറശാലക്കാരനായിരുന്നെന്നും ആലപ്പുഴയായിരുന്നു അദ്ദേഹം താമസിച്ചെന്ന് പറഞ്ഞു. ആലപ്പുഴ മുഴുവൻ ഞാൻ തിരക്കി നടന്ന് ഒരുപാട് ആൾക്കാരെ, പഴമക്കാരെ എല്ലാം കണ്ടുപിടിച്ച് അവസാനം ഞാൻ കണ്ടുപിടിച്ച് അദ്ദേഹം താമസിച്ചിരുന്നത് കലവൂരാണ്. അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയിൽപ്പെട്ട 1-2 കുട്ടികളെ ഞാൻ കണ്ടുപിടിക്കും. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം മുതിർന്നവരാണ്. കണ്ടുപിടിച്ച് സത്യദേവനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി. ഇങ്ങനെ തേടിപ്പോകുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അംബാസമുദ്രത്തിൽ പോയത് വളരെ രസകരമായ സംഭവം. അംബാസമുദ്രം തമിഴ്നാട്ടിലാണ്. ഗുരുദേവൻ്റെ വത്സര ശിഷ്യനായ ഗുരുപ്രസാദ് സ്വാമിയും രണ്ടുപേരും കൂടാണ് അംബാസമുദ്രത്തിൽ പോകുന്നത്. ആ പോയി താമസിച്ച വീടും എല്ലാം ഞാൻ പോയി കണ്ടുപിടിച്ചു. അണ്ണാച്ചിമാരാണ്, തമിഴന്മാരാണ്. അവർ സൽക്കരിച്ച് ഞാൻ ഗുരുദേവൻ്റെ ചരിത്രം തേടി വന്നതെന്ന് പറയപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. 2 ദിവസം ഫ്രീ ചാപ്പാടും താമസവും കിട്ടി. ഇനിയും വരണേന്ന് പറഞ്ഞാൽ വിട്ടത്. ഞാൻ അവർക്ക് കുറേ ഗുരുദേവ കഥകൾ പറഞ്ഞു കൊടുത്തത്.
ഈ പോയ ആ വീട്ടിൽ ഞാൻ പോയ ആ വീട് ഒരു കർഷകൻ്റെ വീട്. അംബാസമുദ്രം എന്ന് പറഞ്ഞാൽ ഒരു കാർഷിക മേഖലയാണ്. കണ്ടമാനം കൃഷിപ്പാടങ്ങളുള്ള ഒരു ഉയർന്ന സ്ഥലമാണ്. ഏതാണ്ട് നമ്മുടെ മൂന്നാറിൻ്റെ ക്ലൈമറ്റാണ്. പക്ഷെ വാഹനങ്ങൾ തീരെ കുറവാണ്. ഇപ്പോഴും അംബാസമുദ്രം ഡെവലപ്പ് ചെയ്തിട്ടില്ലാത്തൊരു ഉൾനാടൻ ഗ്രാമമാണ്. അവിടെ ഗുരുദേവനും ഗുരുപ്രസാദ് സ്വാമിയും കൂടെ പോയി. രാത്രിയാണ് ചെന്നത്. 9 മണിയായപ്പോൾ ഈ പറഞ്ഞ വീട്ടിൽ ഗുരുദേവൻ ചെന്നു. വീട്ടുകാരൻ കർഷകനാണ്. അന്നേരം രണ്ടുപേരെയും കൂടെ കണ്ടപ്പോഴത്തേക്ക് അങ്ങ് വിഷമിച്ച് അദ്ദേഹം പറഞ്ഞു, അയ്യോ, അത്താഴം തരാൻ ഒന്നുമില്ല, ഇവിടെ ഭക്ഷണമൊന്നുമില്ലല്ലോ, ഞാൻ എന്താണ് തരേണ്ടതെന്ന് ചോദിച്ചു. ഗുരുദേവൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ പഴയ കാലത്തെ വാഹനമാണ് സൈക്കിള്. ഇയാൾ സൈക്കിളും എടുത്തുകൊണ്ട് അവിടെ എല്ലാം കറങ്ങി വല്ല കടകളിലും പോയി ഗുരുദേവൻ വല്ല പഴമോ എന്തെങ്കിലും കിട്ടുമോ നോക്കാനായിട്ട് പോയി. കടകളെല്ലാം അടച്ചു പോയി, പഴവും ഇല്ല, ഒന്നുമില്ല. ഇയാൾ വിഷമിച്ചിങ്ങ് വന്നപ്പോൾ ഗുരുദേവനോട് കടകളെല്ലാം അടച്ചു പോയി, ഒരു പഴം പോലും കിട്ടിയില്ല, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ക്ഷമിക്കണ്ട, അടുക്കളയിൽ ചെന്ന് നോക്കേ, ഒരു കൊല കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ കാണും പഴമെന്ന് പറഞ്ഞു. ഈ അടുക്കളയിൽ കൊലയുണ്ടെന്നുള്ള കാര്യം ഇയാൾക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അവിടെ കൊണ്ടു കെട്ടിയ കാര്യം പെമ്പറന്നവർക്ക് പോലും അറിയത്തില്ല. അന്നേരം ഈ കർഷകൻ പറഞ്ഞു, മഹാഗുരു, ഞാൻ 4 മണിക്ക്, അത് വൈകുന്നേരത്ത് 4 മണിക്ക് കൊണ്ട് കെട്ടി തൂക്കിയതേ ഉള്ളൂ. പച്ചക്കൊല 4 മണിക്ക് കൊണ്ട് കെട്ടി തൂക്കിയിട്ടേ ഉള്ളൂ. അത് പഴുക്കണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയെങ്കിലും കഴിയും, ചെന്ന് നോക്കൂ. വീണ്ടും ഗുരുദേവൻ പറഞ്ഞു. അയാളെ ഒന്ന് നോക്കിയപ്പോൾ 6 പഴം പഴുത്തതുണ്ട്. 2 പേർക്ക് 3 പഴം കഴിച്ചപ്പം വിശപ്പ് മാറി. അപ്പോഴാ മനുഷ്യൻ തൊഴുകയോടെ പറഞ്ഞു, മഴയില്ല, മഴയില്ല. നിസ്തുല ഗുരു ഒരു നിതാന്ത വിസ്മയം. മഴയില്ലല്ലേ, പരിഹാരം ഉണ്ടാകും. പറഞ്ഞു തീർന്നതും മഴ തുടങ്ങി. നേരം വെളുക്കുന്നത് വരെ അംബാസമുദ്രം വെള്ളത്തിൽ ആണ്ടുപോയതാണ് മഹാഗുരു. എന്നിട്ട് അവിടെ സ്ഥിരമായി പോയിരിക്കുന്ന ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു, പാപനാശം ക്ഷേത്രം എന്ന പേര്. ആ ക്ഷേത്രവും ഞാൻ പോയി കണ്ടു. ഒരുപാട് സമയം അവിടെ ഇരുന്നു. ഒരു ദിവസം അവിടെ താമസിച്ചു സത്രത്തിൽ. അപ്പോൾ ആ ക്ഷേത്രത്തിലെ രസകരമായൊരു സംഭവം നടന്നത് അവിടുത്തെ ശാന്തിക്കാരൻ പറഞ്ഞു. അത് ഗുരുദേവനുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷെ അറിഞ്ഞിരിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ഉദാഹരണമാണ്. ആവശ്യമില്ലാതെ നമ്മൾ പലരും കോടതി കയറുമല്ലോ, ചുമ്മാ കേസും വഴക്കും കൊണ്ട് കോടതി കയറി പോവുമല്ലോ. അത് നമ്മുടെ ഒരു രോഗമാണ് മലയാളികളുടെ. വെറുതെ കേസ് കൊടുക്കും. കുടുംബ കോടതി അല്ലാതെ കേസ് കുടുംബ കോടതിയിലെ കൗൺസിലിംഗ് തലശ്ശേരി പോയത്. തലശ്ശേരി തീവണ്ടി രാവിലെ 7:30 അവിടെ ചെന്നു. കോടതിയുടെ പുറകിലാണ് എനിക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചായ എല്ലാം കുടിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കൊണ്ട് ഈ കോടതി വരാതെ ചെമ്പോൾ കോടതിയുടെ അടുത്ത് 9 മണിയായുള്ളൂ. 10, 10:30, 11 മണിയാകും കോടതി തുടങ്ങാൻ. 9 മണിയായുള്ളൂ. ഒരു വയസ്സിനവിടെ ഇരിക്കുന്ന ഒരു വൃദ്ധൻ, താടിയും തലമുടിയും എല്ലാം നരച്ച് കാണാൻ നല്ല ശോഭയുള്ള മുഖത്തോടു കൂടി, കാതിൽ കടുക്കനൊക്കെ ഇട്ട് വളഞ്ഞൊരു വടിയും പിടിച്ച് കോടതിയുടെ വരാന്തേ ഇരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ മനുഷ്യൻ എന്തിനാ ഈ പ്രായത്തിൽ ഇവിടെ വന്നിരിക്കുന്നു, വല്ല സാക്ഷി പറയാനും ആയിരിക്കും നേരത്തെ വന്നിരിക്കാമെന്ന് വിചാരിച്ചു. 10-55 വയസ്സ് കാണും. അടുത്ത് ഞാൻ ചോദിച്ചു, അമ്മാവാ എന്തിനാ ഇത്ര രാവിലെ ഇവിടെ വന്നിരിക്കുന്നു ചോദിച്ചു. കോടതി തുറക്കണേ 10-11 മണി, എന്തിനാ ഇവിടെ വന്നിരിക്കുന്നു ചോദിച്ചു. മരുമോളെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. 85 വയസ്സായി, മരുമോളെ പാഠം പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. കുഴിയിലോട്ട് കാലും നീട്ടി അല്ലേ. അംഗം ഗലിതം പലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാദണ്ഡം തദവിന മുഞ്ചത്യാശാപിണ്ഡം. ശങ്കരാചാര്യർ ജഡിലോ മുഞ്ചി അദ്ദേഹം പറഞ്ഞതാണ്. ഒരുപാട് വയസ്സായി, അംഗം ഗലിതം, അവയവങ്ങളൊക്കെ ദുർബലമായി, ദശനവിഹീനം ജാതം തുണ്ട, വായിലെ പല്ലെല്ലാം പോയി, മുടിയെല്ലാം കൊഴിഞ്ഞു, വടിയും ഊന്നിപ്പിടിച്ചാലും തദവിന മുഞ്ചത്യാശാപിണ്ഡം, കോടതി കയറി നടക്കും. അങ്ങനെയുള്ള കോടതി പ്രാന്തന്മാരും ഭ്രാന്തികളും കേൾക്കാൻ കൊള്ളാവുന്ന ഒരു ഉദാഹരണമാണിത്. ഗുരുദേവൻ സ്ഥിരമായിട്ടിരുന്ന പാപനാശം ക്ഷേത്രത്തിൽ സംഭവിച്ച ഒരു കഥയാണ്. പഴയ കാലത്താണ്. ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊക്കെ തീരെ കുറഞ്ഞൊരു കാലഘട്ടത്തിലാണ്. കർഷകരായ 2 തൊഴിലാളികൾ വൈകുന്നേരം കൃഷിപ്പണിയെല്ലാം കഴിഞ്ഞ് നേരത്തെ അവർ അത്താഴമെല്ലാം തയ്യാറാക്കി പൊതിഞ്ഞുകൊണ്ട് വന്നിരുന്നു. പാപനാശം ക്ഷേത്രത്തിൽ 2 പേരും കൂടെ അവിടുത്തെ സത്രത്തിൽ ഒരുമിച്ച് കൂടി. 2 തൊഴിലാളികൾ രാത്രി അവർ അത്താഴം കഴിക്കാനായിട്ട് പൊതി അഴിച്ചു. ഒരാളുടെ പൊതിയിൽ 5 ചപ്പാത്തി ഉണ്ടായിരുന്നു, മറ്റൊരാളുടെ പൊതിയിൽ 3 ചപ്പാത്തിയുണ്ട്. ഇത് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ നാട്ടിലെ ഒരു കൗണ്ടർ
തമിഴിൽ കൗണ്ടർ എന്ന് പറയാൻ നമുക്കറിയാം, സിനിമയിലൊക്കെ നമ്മൾ കണ്ടു. വലിയ പ്രൗഢിയുള്ള രാജാധികാരമുള്ളൊരു കക്ഷിയാണ്. പക്ഷേ അദ്ദേഹം വന്ന വാഹനം കേടായിപ്പോയി. മറ്റു വാഹനങ്ങൾ കിട്ടാനില്ലാത്തത് കൊണ്ട് ഈ പാപനാശം ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊന്നും അംബാസമുദ്രത്തിൽ ഇയാൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഇപ്പം ഇയാൾ വന്ന് രാത്രി സത്രത്തിൽ കൂടി. കയ്യിൽ പൈസ ആവശ്യം പോലുണ്ട്, സ്വർണ്ണ നാണയം എല്ലാം ഉണ്ട്, പക്ഷേ ഭക്ഷണം കയ്യിലില്ല. അവിടെ വന്ന ഈ തൊഴിലാളികൾ, ഈ കർഷക തൊഴിലാളികളോട് പറഞ്ഞു, ഏതായാലും നിങ്ങൾ അത്താഴം കഴിക്കല്ലേ, എനിക്കൂടെ തരുമെന്ന് ചോദിച്ചു. ഉദാരമതികളായ അവർ പറഞ്ഞു, എന്താ പിന്നെന്താ വീതിക്കാം. അപ്പോൾ കൗണ്ടർ ചോദിച്ചു, ഒരാളുടെ കയ്യിൽ 5 ചപ്പാത്തി, മറ്റാളുടെ കയ്യിൽ 3 ചപ്പാത്തി, 8 ചപ്പാത്തി. 8 ചപ്പാത്തി 3ആയിട്ട് എങ്ങനെ വീതിക്കും? 9 എണ്ണം ഉണ്ടെങ്കിൽ 3 എണ്ണം കഴിക്കാം. 8 ചപ്പാത്തി എങ്ങനെ 3 പേർക്കൂടെ വീതിക്കും? അപ്പോൾ കൗണ്ടർ പറഞ്ഞു, ഓരോ ചപ്പാത്തിയും 3 കഷണങ്ങളായി മുറിച്ചെടുക്കുക. അപ്പോൾ എത്ര കഷണം വരും? 8 ചപ്പാത്തി 3ആയിട്ട് മുറിക്കുമ്പോൾ 24 കഷണം വരും. അപ്പോൾ 3 പേർക്കും 8 കഷണം വീതം കഴിക്കാം. സൗകര്യമായി. വീതിച്ചു, കഴിച്ചു. കഥ പറഞ്ഞ് 3 പേരും സ്വസ്ഥമായി കിടന്നുറങ്ങി. നേരം പ്രഭാതമായപ്പോൾ ഈ അന്നം നൽകിയ കർഷകർക്ക് ഒരു സമ്മാനം കൊടുക്കാൻ കൗണ്ടർ തീരുമാനിച്ചു. കാരണം പട്ടിണി കിടക്കേണ്ടുന്ന രാത്രി ഭക്ഷണം കിട്ടിയില്ലേ. അദ്ദേഹം എന്ത് ചെയ്യാന്നറിയാമോ? അദ്ദേഹം 8 സ്വർണ്ണ നാണയം, 8 പവൻ അവിടെ വെച്ചിട്ട് അദ്ദേഹം പോയി. രസകരമായ സംഭവം, ജീവിതത്തിലെ നല്ലൊരു ഉദാഹരണം. ഗുരുദേവൻ താമസിച്ചിരുന്ന പാപനാശം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ ഒരു ചരിത്രമാണ്. കഥയല്ല, ഇത് ചരിത്രമാണ്. 8 പവൻ വെച്ചിട്ട് പോയപ്പോൾ 3 ചപ്പാത്തി വെച്ചിരുന്ന ആൾ പറഞ്ഞു, നമ്മൾ 2 പേരുടെയും ഭക്ഷണം വീതിച്ചല്ലേ കൊടുത്തത്? അതെ. അതുകൊണ്ട് 4 പവൻ നിനക്കും 4 പവൻ എനിക്കും. 5 ചപ്പാത്തിക്കാരൻ പറഞ്ഞു, അത് പറ്റത്തില്ല, എനിക്കായിരുന്നു 5 ചപ്പാത്തി ഉണ്ട്, നിനക്ക് 3 ഉള്ളൂ, അതുകൊണ്ട് 5 പവൻ എനിക്കും 3 പവൻ നിനക്കും. അത് പറ്റത്തില്ല, നമ്മൾ പപ്പാതി വീതിച്ചുകൊണ്ട് 4 വീതം എടുക്കണം. ആ കഴിയത്തില്ല, 5 3 അങ്ങനെ രണ്ടും കൂടെ തർക്കമായപ്പോൾ ഈ 3 ചപ്പാത്തിക്കാരൻ കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തു. ഗുണപരമായ വലിയൊരു പാഠവാദം. 3 ചപ്പാത്തിക്കാരൻ കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തു. വിസ്താരമെല്ലാം കേട്ടിട്ട് ജഡ്ജി വിധിച്ചു, 3 ചപ്പാത്തിക്കാരന് 1 പവൻ, 5 ചപ്പാത്തിക്കാരന് 7 പവനും കൊടുക്കാൻ പറഞ്ഞു. അപ്പം 3 ചപ്പാത്തിക്കാരൻ പറഞ്ഞു, അതെന്നാ ഇടപാടാ അത്? ഇയാൾ 3 പവൻ എനിക്ക് തരാനിരുന്ന് ഇപ്പം കോടതി പറയുന്ന 1 പവൻ തന്നാൽ മതിയെന്ന്. അത് ന്യായമല്ല. അന്നേരം കോടതി തിരിച്ച് ഈ 3 ചപ്പാത്തിക്കാരനോട് ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ ഓരോ ചപ്പാത്തിയും എത്ര കഷണമായിട്ട് വീതിച്ചു? 3 കഷണം. അപ്പം 3 കഷണം വീതിച്ചപ്പോൾ തനിക്ക് എത്ര കഷണമുണ്ട്? തന്നെ 3 ചപ്പാത്തി 3 ആയിട്ട് വീതിക്കുമ്പം 9 കഷണം. അയാളുടെ 5 ചപ്പാത്തി 3 ആയിട്ട് വീതിക്കുമ്പോഴോ 15 കഷണം ആണല്ലോ. അതെ. നിങ്ങൾ ഓരോരുത്തരും എത്ര കഷണം കഴിച്ചു? 8 പീസ് വെച്ച് കഴിച്ചു. തൻ്റെ ചപ്പാത്തി 3 ആയിട്ട് വിധിച്ചപ്പോൾ 9 പീസ്, അതിൽ 8 പീസും താൻ കഴിച്ചു, 1 പീസ് അയാൾക്ക് കൊടുത്തുള്ളൂ. മറ്റേടെ 5 ചപ്പാത്തി 3 ആയിട്ട് വിധിച്ചപ്പോൾ 15 പീസ്, ആ 15 പീസിൽ 8 അയാൾ കഴിച്ചുള്ളൂ, 7 എണ്ണം അയാൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 7 പവൻ അയാൾക്കും 1 പവൻ നിനക്കും. അത് മേടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ആവശ്യമില്ലാതെ കോടതിയിൽ കയറരുത്, പണി കിട്ടുമെന്നാണ് ഇതിൻ്റെ ഉദാഹരണം. അത് അവിടെ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു കഥയാണ്. അങ്ങനെ തേടിപ്പോകുമായിരുന്നു. കാട് കയറി പോകരുന്ന വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ശിവലിംഗപ്രസാദ സ്വാമി എന്ന് പറയുന്ന ഗുരുദേവന്റെ ആദ്യത്തെ സന്യാസി ശിഷ്യന്റെ റൂട്ട് തേടി ഞാൻ പോയി. അത് പറയാനാണ് ഇത്രയും ബാക്ക്ഗ്രൗണ്ട് വെച്ച് അന്വേഷിച്ച് ചെന്നപ്പോൾ നെയ്യാറ്റങ്കരയിലെ പ്രസിദ്ധമായൊരു നായർ തറവാട്ടിലെ അംഗമാണ് ഈ ശിവലിംഗദാസസ്വാമികൾ. ശിവലിംഗദാസസ്വാമി എങ്ങനെ പേര്? വലിയൊരു തറവാടാണ്. ആ തറവാട് ഇപ്പോഴുമുണ്ട്. 8 കെട്ടൊക്കെ ഉള്ള വലിയൊരു തറവാടാണ്. അംഗങ്ങളെല്ലാം NSSന്റെ പ്രവർത്തകരുമാണ്. NSSകാരും മന്നത്താചാര്യനും ഗുരുദേവനെ അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് മഹാവിസ്മയം. മന്നത്താചാര്യൻ ഗുരുദേവനെ അംഗീകരിച്ച ചരിത്രം എത്ര മനോഹരമാണ്, മഹോന്നതമാണത്. വൈക്കം സത്യാഗ്രഹം തുടരുന്ന സമയത്ത് അവർണർക്ക് ക്ഷേത്രപ്രവേശനം വേണമെന്നുള്ള ആ വാദഗതിയുമായി സമരവുമായി വൈക്കം മുതൽ തിരുവനന്തപുരം വരെ മന്നത്താചാര്യൻ പദയാത്ര നയിച്ചു. കൂടെ ഒരുപാട് ആളുകളും കവലതോറും പ്രസംഗിച്ചു, ജനങ്ങൾക്ക് ബോധമുണ്ടാക്കി. ആ യാത്രയിൽ മന്നത്താചാര്യനാണ് നായകൻ. ഇന്നുമുണ്ട് കാൽനട ജാഥയുണ്ട്.
പക്ഷെ ജാഥയ്ക്ക് പോകുന്ന നേതാവ് വണ്ടിയിലായിരിക്കും. ബാക്കിയെല്ലാവരും കാൽനട കൊണ്ട് ലോളെന്ന് നടന്നോണം കൂടെ. മന്നം അങ്ങനെ ആയിരുന്നില്ല. മന്നത്താചാര്യം ചെയ്തത് ചെരുപ്പില്ലാതെ നടന്നു. നേരത്തെ പദയാത്രയുടെ റൂട്ട് നിശ്ചയിച്ചിരുന്നത് കൊട്ടാരക്കര, കൊല്ലം, പാരിപ്പള്ളി, ആറ്റിങ്കൽ, കഴക്കൂട്ടം വഴി ശംഖുമുഖം, ഇതാണ് റൂട്ട്. പക്ഷേ പാരിപ്പള്ളി വന്നപ്പോൾ മന്നത്താചാര്യൻ ആറ്റിങ്ങലേക്ക് പോയില്ല, വലത്തോട്ട് നടന്നു. കൊമ്പം പോകുന്ന വഴി മോഴകളെല്ലാം പോവും, എല്ലാം പിറകെ പോയി. എങ്ങോട്ടാ പോകുന്നതെന്ന് മന്നത്താചാര്യൻ ആരോടും പറഞ്ഞില്ല. ആ പദയാത്ര പോയത് നേരെ ശിവഗിരിക്കാണ്. മന്നത്താചാര്യൻ ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ സമരം ചെയ്യാൻ കൊണ്ടുപോയ പദയാത്ര ശിവഗിരി ചെന്ന് ഗുരുദേവന് 3 വലത്തു വെച്ച് പ്രണാമം ചെയ്തു. അവിടെ വെച്ചാണ് അന്ന് വരെ മന്നത്താചാര്യന്റെ പേരിന്റെ പിറകിൽ ജാതി സൂചകമായ വാക്കുണ്ടായിരുന്നു. ആ വാക്ക് ഞാൻ എടുത്തു പറയുന്നില്ല. ശിവഗിരി വെച്ചാണ് മന്നത്താചാര്യൻ ആ വാക്ക് മുറിച്ചു കളഞ്ഞത്. പോരാ, അതുകൊണ്ടും തീർന്നില്ല. മന്നത്താചാര്യൻ വീടാന്തരം കയറി ഇറങ്ങി നടന്ന് സമുദായത്തെ സംഘടിപ്പിക്കുകയാണ്. നായർ സമുദായത്തെ അശ്രാന്ത നിശ്രാന്ത വിശ്രാന്ത പരിശ്രമം. അന്ന് സമുദായത്തിന്റെ കയ്യിൽ പൈസയില്ലാതെ വന്നപ്പോൾ ഏതൊരു പ്രസ്ഥാനം നടക്കണമെങ്കിലും ധനപരമായ സുസ്ഥിതി വേണം. അപ്പം മന്നത്താചാര്യൻ കണ്ടുപിടിച്ച പരിപാടിയാണ് ഒരു കൈവണ്ടി വാങ്ങി. എന്നിട്ട് നായർ തറവാടുകൾ വീടുകളിലെല്ലാം പോവും. പൈസ ഇല്ലാതെ വരുമ്പോൾ ചക്കയുണ്ടോ, മാങ്ങയുണ്ടോ, കാച്ചില്, തേങ്ങ, ചേന, ഇതെല്ലാം ഈ കൈവണ്ടിക്കകത്ത് വയ്ക്കും. ആ കൈവണ്ടിയിൽ വലിച്ചു കൊണ്ടുവന്ന് ചങ്ങനാശ്ശേരി ചന്തയെ കൊണ്ടുവന്ന് ലേലം ചെയ്യും. NSSന്റെ അടിസ്ഥാന ഫണ്ടുണ്ടാക്കിയത് അങ്ങനെയാണ്. കൈവണ്ടി രാവിലെ കൊണ്ടുവന്ന് മന്നത്തില്ലത്തങ്ങ് സ്ഥാപിക്കും. അതിൻ്റെ ഇപ്പുറത്ത് മന്നത്താചാര്യനും സഹപ്രവർത്തകരും നിൽക്കും. കൈവണ്ടിയുടെ എതിർ സൈഡിൽ ഒരു നിലവിളക്ക് വയ്ക്കും. അമ്മ പാർവതി അമ്മയെ കൊണ്ട് ആ വിളക്ക് കത്തിക്കും. ദിവസവും പിരിവിറങ്ങുമ്പോൾ അമ്മ വിളക്ക് കത്തിക്കണം. അമ്മയോടുള്ള അറ്റാച്ച്മെന്റ് അത്ര വലുതായിരുന്നു ആ വലിയ മനുഷ്യന്. എന്നിട്ട് എല്ലാവരും കൂടെ തൊഴുകയോടൊരു പ്രാർത്ഥന നടത്തും. ഉൽപ്പന്നപ്പിരിവിനെ, NSSന്റെ ഉൽപ്പന്നപ്പിരിവിനെ എഴുതിയ ആ പ്രാർത്ഥനാ ഗാനം പിന്നീട് കർണികയാ കേട്ട് പഠിച്ച് സകല കലാലയങ്ങളിലെ സ്കൂളുകളിലെയൊക്കെ പ്രാർത്ഥനാ ഗാനമായി ആ പാട്ട് മാറി. പന്തളം KP അദ്ദേഹമാണ് അത് എഴുതിയത്. അവസാന കാലത്ത് ഞാൻ പന്തളം KP മദ്രാസിൽ വെച്ച് കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളെ വീട്ടിൽ വെച്ച് ആയിരുന്നു, ചെന്നൈയിലായിരുന്നു അവസാനം ഉണ്ടായിരുന്നത്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിരുന്നു. അദ്ദേഹം എഴുതിയൊരു പ്രാർത്ഥനാ ഗാനമുണ്ട്. അതവരെല്ലാവരും കൂടെ പാടും. നമ്മളെല്ലാം സ്കൂളിൽ പാടിയ പാട്ടാണ് അത്. ആദ്യത്തെ വാക്ക് പറയുമ്പോൾ നമ്മൾ എൻ്റെ കൂടെ പാടും. പക്ഷേ അതെ NSSന്റെ ഉൽപ്പന്നപ്പിരിവിൻ്റെ പാട്ടാന്നുള്ളത് അധികം പേർക്കും അറിയത്തില്ല. പ്രാർത്ഥനാഗാനം ഇതായിരുന്നു: അഖിലാണ്ട മണ്ഡലം മണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവിക്കെല്ലാ സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രം വീണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ നിത്യം പാടിക്കൊണ്ട് പ്രാർത്ഥന കഴിഞ്ഞ് കൈവണ്ടിയും വലിച്ചുകൊണ്ട് ഇറങ്ങും. ആ കൈവണ്ടി വലിക്കുമ്പോൾ സാധാരണ പല നേതാക്കളും കൂടെയുള്ളവരെ കൊണ്ട് കൈവണ്ടി വലിപ്പിച്ച് തെള്ളി ഉന്തി കഷ്ടപ്പെടുമെങ്കിൽ മന്നത്താചാര്യൻ ഒന്നുകിൽ ആ കൈവണ്ടിയുടെ തലയ്ക്കൽ കാണും വലിക്കാൻ, അല്ലെങ്കിൽ പിറകിൽ കാണും തള്ളാൻ. അതാണ് ഞാൻ ആ മനുഷ്യനെ ആചാര്യൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെടുന്ന നായർ സമുദായത്തിന് വീടാന്തരം കയറി പിരിവ് നടത്തിയത് കൂടാതെ ഒരുപാട് മത്സരങ്ങളും ആക്ഷേപങ്ങളും എല്ലാം സഹിച്ച് ആദ്യമായി കോട്ടയം തിരുനക്കര മൈതാനത്തിൽ 1914 ഏപ്രിൽ മാസത്തിൽ കേരള നായർ സമാജം എന്ന പേരിൽ ഒരു വലിയ സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിന് ഭദ്രദീപം കൊളുത്തിയത് ആരെന്നറിയാമോ? മന്നത്താചാര്യൻ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവന്ന നായർ സമ്മേളനം, ലോകത്തിൽ ആദ്യത്തെ നായർ സമ്മേളനത്തിൽ ഭദ്രദീപം കൊളുത്തിയത് ആരെന്നറിയുമോ? നിതാന്ത വിസ്മമായ മഹാഗുരു ശ്രീനാരായണ ഗുരുദേവനാണ്.
അവർക്കറിയാം ഗുരുദേവൻ ആരാന്ന്, NSSകാർക്ക്. നമുക്കെത്ര അറിയാമെന്നുള്ളതിൽ എനിക്ക് സംശയമുള്ളൂ. മന്നത്താചാര്യൻ അറിയാമായിരുന്നു ഇത് ആരാന്ന് കൊണ്ടുവന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ ഈ ശിവലിംഗദാസ സ്വാമി ഗുരുദേവന്റെ ഒന്നാമത്തെ സന്യാസി ശിഷ്യൻ, അദ്ദേഹം നെയ്യാറ്റിൻകരയുള്ള വലിയൊരു നായർ തറവാടിലെ അംഗമാണ്. അദ്ദേഹത്തിന്റെ ശരിയായ പേര് അയ്യപ്പൻ പിള്ള എന്നാ. നാട്ടുകാർ വിളിക്കുന്നത് കൊച്ചപ്പി പിള്ള എന്നാ. ഗുരുദേവൻ വിളിച്ചത് കുഞ്ചു എന്നാ. ഗുരുദേവന്റെ വാത്സല്യ ശിഷ്യനാണ്, കുഞ്ചു എന്നാ വിളിച്ചത്. ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുന്നതിന്റെ ദൃക്സാക്ഷിയാണ് കുഞ്ചു. കുമാരനാശാനൊന്നും അന്ന് എത്തിയിട്ടില്ല, ഒക്കെ പിന്നെ വരുന്നത്. ഗുരുദേവന്റെ പ്രിയങ്കരനായ കുഞ്ചു, കൊച്ചപ്പിപ്പിള്ള എന്ന അയ്യപ്പൻ പിള്ള, അദ്ദേഹം ഗുരുദേവനെ പരീക്ഷിക്കാൻ പോയ കക്ഷിയാണ്. ഞാൻ ആ തറവാട്ടിൽ ചെന്ന് താമസിച്ച് അവിടുത്തെ വൃദ്ധജനങ്ങളെ ഒക്കെ കണ്ട് പഴയ ചരിത്രം മുഴുവൻ തോണ്ടി മാന്തി എടുത്തിയെന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് കൊച്ചപ്പിപ്പിള്ള എന്ന് പറയുന്ന ഗുരുദേവന്റെ ഒന്നാമത്തെ സന്യാസി ശിഷ്യൻ ശിവലിംഗദാസ സ്വാമി ആരായിരുന്നുവെന്ന്. നാട്ടിലെ ചാട്ടമ്പിയായിരുന്നു. കപ്പടാമീശയൊക്കെ പിരിച്ചു വെച്ച മുടിയൊക്കെ മുണ്ടൊക്കെ അങ്ങോട്ട് മടക്കി കുത്തി അങ്ങനെയാണ് നടക്കുന്നത്. പിള്ളത്തടം ഗുഹയിൽ ഒരാൾ വന്ന് തപസ്സിരിക്കുന്നത് അറിഞ്ഞു. അത് ആരാന്നൊന്നും അറിയാൻ വേണ്ടി കൊച്ചപ്പിപ്പിള്ള മീശയൊക്കെ കൊണ്ട് പിരിച്ച തലയിലൊരു വട്ടക്കെട്ടുമൊക്കെ കെട്ടി മുണ്ടെല്ലാം മടക്കി കുത്തി കാണാൻ പോയതാ. ഗുരുദേവനെ ചോദ്യം ചെയ്യാനാ പോകുന്നത്. ഗുഹയ്ക്കകത്തോട്ട് നോക്കിയപ്പോൾ തന്നെ കൊച്ചപ്പിപ്പിള്ളയുടെ തലയെക്കെട്ട് അഴിഞ്ഞു, മീശ താഴോട്ടായി, മുണ്ടും താത്തിട്ടു. സാഷ്ടാംഗം പ്രണമിച്ചു പോയി. അതാണ് മഹാഗുരു എന്ന നിതാന്ത വിസ്മയം. നിസ്തുലനായ ഗുരു, നിതാന്ത വിസ്മയം. ആരൊക്കെ ഗുരുദേവനെ കണ്ടോ അവരെല്ലാം ഡിഫീറ്റഡ് ആയിട്ടുണ്ട്, 100%. ഞാൻ കണ്ടില്ല, കണ്ടവരെ കണ്ടതേ ഉള്ളൂ. ഞാൻ അപ്പോഴേ വീണുപോയി. അതാണ് ഗുരുദേവൻ. ടാഗോർ വന്നു, മഹാത്മാഗാന്ധി വന്നു, ഒറ്റ നോട്ടമേ നോക്കിയുള്ളൂ, ഫ്ലാറ്റ്. അതാണ് നിസ്തുലനായ ഗുരു, നിതാന്ത വിസ്മയം. ഞാൻ പറയുന്നത് എവിടെയാണ്? എന്നിട്ട് അദ്ദേഹം ഇത് നേരിൽ കണ്ടു. ഇനിയുണ്ട് വിഷയം, ഞാൻ ഇനിയും മുന്നോട്ട് പറഞ്ഞു പോകാം. വിസ്മയം ഇനിയും പറയാൻ ധാരാളം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അരുവിപ്പുറം പ്രതിഷ്ഠയാണ് ഒന്നാമത്തെ വിസ്മയം. അത് നേരിട്ട് കണ്ട ശിവലിംഗദാസ സ്വാമികൾ, അദ്ദേഹം നേരിട്ട് പറഞ്ഞത്, സംസ്കൃത ഭാഷ പഠിക്കാൻ വേണ്ടി ഒരു നിയോഗം പോലെ സ്വാമി ചിന്മയാനന്ദജി റഫർ ചെയ്തതനുസരിച്ച് ഞാൻ പോയി തേടി പിടിച്ച ബാലരാമ പണിക്കർ സാറ് ഗുരുദേവന്റെ ഗൃഹസ്ഥാശ്രമിയായ ശിഷ്യനാണ്. അറിഞ്ഞുകൊണ്ട് പോയതല്ല, അവിടെ കൊണ്ടെത്തിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇത് ഗുരുദേവന്റെ ശിഷ്യനായിരുന്നു. ശിവലിംഗദാസ സ്വാമികൾ ബാലരാമ പണിക്കർ സാറോട് ആ രംഗം നേർക്കുനേർ വർണ്ണിച്ചിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥൻ അത് അപ്രകാരം തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ക്ലിയർ എവിഡൻസ്. ആ അരുവിപ്പുറം പ്രതിഷ്ഠ വളരെ 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 ചിന്തിക്കെടുന്ന ഗൗരവമായൊരു വിഷയമാണിത്. നമ്മൾ അനായാസേന പറഞ്ഞു പോകാറുണ്ട്, ശങ്കരൻകുഴിയിൽ മുങ്ങി ശിലയെടുത്തു. അതിൻ്റെ ഭീകരാവസ്ഥയൊന്ന് ആലോചിക്കണം. ഇന്നത്തെ പോലെ കറണ്ടും വെട്ടവും വെളിച്ചവും നാൾത്താമസവും ഒന്നും അരുവിപ്പുറത്തില്ല. പതഞ്ഞൊഴുകുന്ന നെയ്യാറിൻ്റെ ഗർത്തത്തിൽ മുങ്ങി എന്നൊക്കെ പറയുമ്പോൾ പതഞ്ഞൊഴുക മാത്രമല്ല, ഈ ശങ്കരൻകുഴി എന്താണെന്ന് ആദ്യം അറിയണം. ഗുരുദേവനെന്ന് 32 വയസ്സേ ഉള്ളൂ, കാര്യകര ചെറുപ്പമാണ്. പക്ഷെ അസാധ്യമായ ശോഭയാണ് ഗുരുദേവനെ കാണാൻ. ബ്രഹ്മചര്യത്തിൻ്റെ, തപസ്സിൻ്റെ, വിജ്ഞാനത്തിൻ്റെ ആ അതുല്യമായ ശോഭയുള്ള ഗുരുദേവൻ 988 മാർച്ച് 11 ശിവരാത്രി എല്ലാവരും കൂടിയിരുന്ന്, ഇപ്പോൾ ആ പ്രതിഷ്ഠയുള്ള സ്ഥലത്ത് കൂടിയിരുന്നിട്ട് വാവൂട്ട് സംഘം കുത്തിയിരുന്നിട്ട് ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഓം നമ ശിവായ നമ ശിവായ നമ ശിവായ. അന്തരീക്ഷം അത് മുഖരിതമായിരിക്കുമ്പോൾ ആരോടും ഒന്നും പറയാതെ അപ്രതീക്ഷിതമായി ഗുരുദേവൻ ശങ്കരൻകുഴിയിലേക്ക് നടന്നു പോകുന്നു. ഇവർ ജപിക്കുന്നതും ശങ്കരൻകുഴിയും തമ്മിൽ എത്ര ആഴമുണ്ടെന്ന് ഇപ്പോഴും ചെന്ന് നോക്കിയാൽ മനസ്സിലാവും. പ്രതിഷ്ഠയും ശങ്കരൻകുഴിയും തമ്മിലുള്ള അകലെ ഇപ്പം ചെന്ന് നോക്കിയാലും കാണാം. ആ വഴിക്കെങ്കും വെളിച്ചമില്ല.
കറണ്ടുമില്ല, വീടുമില്ല, വെട്ടവുമില്ല, ഘോരവനമാണ് അപ്പുറവും ഇപ്പുറവും ആ കാലഘട്ടത്തിൽ. ഈ ജപം നടക്കുന്ന ശിവപഞ്ചാക്ഷരി ജപിക്കുന്ന ആ സ്ഥലത്ത് കുറെ തീപ്പന്തം കത്തിച്ചു വെച്ചിട്ടുണ്ട്. വേറെ വെളിച്ചമൊന്നുമില്ല, കൂരാകൂരിട്ട്. നമുക്കറിയാം, കറുത്ത പക്ഷത്തിലാണ് ശിവരാത്രി വരുന്നത്. അന്ന് നിലാവുമില്ല, പാതിരാ സമയമാണ്. ഗുരുദേവൻ നടന്നങ്ങ് പോവുക. ഗുരുദേവനെ നേരിട്ട് കണ്ട 4 മഹാവ്യക്തിത്വങ്ങളെ എനിക്ക് പരിചയമുണ്ടല്ലോ. പലപ്പോഴും ചാനലിൽ കണ്ടു കാണും, അതൊന്നും ഞാൻ ഇനി പറഞ്ഞ് ആവർത്തിക്കുന്നില്ല. അതിൽ പലരും പറഞ്ഞിട്ടുണ്ട്, രാത്രികാലങ്ങളിൽ കൂരിരുട്ടത്തെ ഗുരുദേവൻ നടന്നാൽ അവിടെ വെളിച്ചമുണ്ടാകുമെന്ന. എത്ര ഇരുട്ടത്തിരുന്നാലും ഗുരുദേവനെ കാണാമെന്ന് പറയും. ഗുരുദേവൻ നടന്നുപോയി. ഇതെങ്ങോട്ടാ പോകുന്നത് അവിടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല. ശങ്കരൻകുഴി എന്ന് പറയുന്നത് ഒരു നിലയ്ക്കാത്ത കയമാണ്, കുത്തൊഴുക്കുമാണ്, അടിയൊഴുക്കുള്ള കയമാണ്. ആ ശങ്കരൻകുഴിയിൽ കരുകരാ ചെറുപ്പമുള്ള നീന്തലറിയാവുന്ന 4 ചെറുപ്പക്കാർ വീണ് മരിച്ച സ്ഥലമാണത്. അതുകൊണ്ട് പകൽ പോലും ആ വഴി ആരും നടക്കാറില്ല. 4 യുവാക്കൾ മരിച്ച കയമാണ് ശങ്കരൻകുഴി. 32 വയസ്സുള്ള യുവാവാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴീ ശങ്കരൻകുഴിയിൽ ചാടാൻ പോകുകയെന്ന് ആർക്കും അറിയത്തില്ല. ഭീകരമായ ആ സ്ഥലം വഴുക്കലാണ്, അടുത്തു പോയി രക്ഷപ്പെടുത്താൻ പോലും കഴിയില്ല. ആ സ്ഥലത്ത് എന്ന് ഗുരുദേവൻ നേരെ ശങ്കരൻകുഴിയിലേക്ക് അങ്ങ് ചാടുകയാണ്. മുതലക്കൂപ്പ് നടത്തിയെന്നാണ് ദൃക്സാക്ഷിയായ ഗുരുദേവന്റെ ശിഷ്യൻ പറഞ്ഞത്, കുഞ്ചു പറഞ്ഞത്. മുതലക്കൂപ്പ് എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ മുന്നോട്ട് വെച്ചിട്ട് ഒരു ഒറ്റ ചാട്ടം, തല മുമ്പേയും കാല് പുറകെയായിട്ട്. അപ്പടിവിടെ ശിവപഞ്ചാക്ഷരി മന്ത്ര ജപത്തിന്റെ ശബ്ദം ഉച്ചസ്ഥായിലെത്തി. ഓം നമ ശിവായ, നമ ശിവായ. കാരണം ഇതെങ്ങോട്ട് പോയെന്നൊരു ശങ്കരൻകുഴിയിലാണ് പോയിരിക്കുന്നത്. അറിയുമോ, 3 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ശ്വാസകോശത്തിലേക്ക് 3 മിനിറ്റ് ശ്വാസം കടന്നില്ലെങ്കിൽ ക്ലോസ്. 180 സെക്കൻഡ് പ്രാണവായു കിട്ടിയില്ലെങ്കിൽ ആള് മരിച്ചു പോകും. കെട്ടിത്തൂങ്ങിയാൽ 3 മിനിറ്റ് തൂങ്ങിയാൽ മതി, തീർന്നു. വെള്ളത്തെ മുങ്ങിയാൽ 3 മിനിറ്റ് മതി. ഗുരുദേവൻ ശങ്കരൻകുഴിയിലേക്ക് ചാടിയിട്ട് 3 മിനിറ്റല്ല, 10 മിനിറ്റല്ല, 15 മിനിറ്റല്ല, അരമണിക്കൂറായിട്ടും കാണുന്നില്ല. അപ്പോഴത്തേക്ക് ഗുരുദേവന്റെ ദിവ്യശക്തി മറ്റു കരുത്തുകളെല്ലാം അറിയാമായിട്ട് പോലും ജനങ്ങൾ സന്ത്രാസത്തിലായി. മന്ത്രജപം വളരെ ഉച്ചത്തിലായി. 1 മണിക്കൂറോളമായിട്ടും കാണുന്നില്ല. അപകടം സംഭവിച്ചെന്ന് തന്നെ മനസ്സിലാക്കി പൊട്ടിക്കരയാൻ തുടങ്ങി. ചെല്ലും നെഞ്ചത്തിടിച്ച് കരയാൻ തുടങ്ങി. യുവാക്കളെല്ലാം കൂടെ ഓടിപ്പോയി അടുത്തുള്ള വീടുകളിൽ പോയി വടം സംഘടിപ്പിച്ചിരുന്നു. കാരണം ശങ്കരൻകുഴിയുടെ അടുത്തൊരു വടം കെട്ടാനുള്ള മരം വളരെ ദൂരെ, ഒരു വടം എത്തൂല. വടങ്ങൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് ചെറുപ്പക്കാർ ശങ്കരൻകുഴിയിൽ ചാടി ഗുരുദേവനെ രക്ഷിക്കാൻ വേണ്ടി ചാടാൻ തീരുമാനിച്ച് വടങ്ങൾ കൂട്ടിക്കെട്ടി അങ്ങ് ശങ്കരൻകുഴിയുടെ അടുത്ത് ചാടാൻ തയ്യാറായി ചെറുപ്പക്കാരെത്തിയപ്പോൾ ഉയർന്നു വരുന്നു. ശിവലിംഗദാസ സ്വാമികൾ വരുന്നത് താറാവ് നീന്തുന്നത് പോലെ മലന്ന് നീന്തി വന്നെന്ന ചില കയ്യിലുണ്ട്. കാരണം അന്നേരം ഗുരുദേവൻ വന്നില്ലെങ്കിൽ ഈ ചെറുപ്പക്കാരെടുത്തിയാടും, അവരെ കച്ചവടം തീരും. അത് ഗുരുദേവൻ അറിയാം. അന്നേരം കയറിയിങ്ങി വന്നു. നിതാന്ത വിസ്മയം. പിന്നെ ആ ശില കൊണ്ട് പ്രതിഷ്ഠിച്ച സംഭവം ഒന്നും പറയണ്ടല്ലോ, അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. എന്നാൽ ഈ ഭൂമിയിൽ എവിടെല്ലാം പ്രതിഷ്ഠകൾ നടക്കുന്നുണ്ടോ, ഇവിടെ തന്നെ ശ്രീനാരായണ ഗുരുദേവ പരമഹംസ ക്ഷേത്രം. നിങ്ങൾ ആദ്യം ക്ഷേത്രം പണിഞ്ഞോ അതോ പ്രതിഷ്ഠ വെച്ചോ? ആദ്യം എന്താ ചെയ്തത്? ക്ഷേത്രം പണിഞ്ഞു ആണല്ലോ. ഈ ഭൂമിയിൽ എവിടെയായാലും ക്ഷേത്രം പണിഞ്ഞിട്ടാ പ്രതിഷ്ഠ, അല്ലേ? ക്ഷേത്രം പണിതതിനു ശേഷമേ പ്രതിഷ്ഠയുള്ളൂ. പ്രതിഷ്ഠ കഴിഞ്ഞ് ക്ഷേത്രം പണിയിച്ച ഒരു മഹാത്ഭുതമേ ഉള്ളൂ. അതാരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. ആദ്യം പ്രതിഷ്ഠ, പിന്നെ ക്ഷേത്രം. നിതാന്ത വിസ്മയം. പ്രതിഷ്ഠ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു, ഗുരുദേവ പ്രതിഷ്ഠ കഴിഞ്ഞിനി ക്ഷേത്രം വേണ്ടേ? വേണം. ക്ഷേത്രം പണിയാൻ ആരാണ് ശില്പി? ഞങ്ങൾ പോയി തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ശില്പിയെ വിളിച്ചോണ്ട് വരട്ടെ? ബാവൂട്ട് സംഘക്കാരെല്ലാം കൂടെ ചോദിച്ചു.
തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ശില്പി പ്രസിദ്ധനാണ്. അയ്യോ, തിരുവിതാംകൂർ കൊട്ടാരത്തിൽ എന്തെല്ലാം ശില്പസൗഷ്ഠവമുള്ള എന്തെല്ലാം സൃഷ്ടിച്ച ശില്പിയാ, കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ഗുരുദേവൻ പറഞ്ഞു വേണ്ട, ശില്പി വരും, ശില്പി വരും. അതെവിടുന്ന് വരുമെന്ന് ആർക്കും അറിയത്തില്ല, വരും, ഇത്ര മാത്രമേ പറയൂ. ശില്പിയെ വിളിക്കട്ടെ, 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 ക്ഷണിക്കട്ടെ ചോദിക്കുമ്പോഴെല്ലാം ഗുരുദേവൻ ശില്പി വരും, ശില്പി വരും, ശില്പി വരും. അങ്ങനെ ഇരുന്ന ഒരു ത്രിസന്ധ്യ നേരത്ത് എല്ലാവരും ഇരുന്ന് ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്നു പാറിപ്പറന്ന തലമുടിയും കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് എവിടെയോ യാത്ര ചെയ്ത്. ഇതിൻ്റെ ലക്ഷണമെല്ലാം വസ്ത്രത്തിലുണ്ട്, പക്ഷെ മുഖത്തിലും ശരീരത്തിലും അതില്ല. അതിപ്രസന്നവദനനായ ഒരു മനുഷ്യരെങ്ങനെ വല്ലാതെ വികൃത വേഷമാണ് വന്നു ഗുരുവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഗുരുവിനെ വണങ്ങിയില്ല. ശില്പി വന്ന ഗുരുദേവനെ കാണുമ്പോൾ ഒന്ന് വണങ്ങണ്ടേ, വണങ്ങിയില്ല, നെട്ടനെ അവിടെ നിന്നു. ഗുരുദേവൻ പറഞ്ഞു ശില്പി എത്തിയിരിക്കുന്നു. ഹരിപുരം ക്ഷേത്രം പണി തുടങ്ങി, പണി തീർന്നു. സമർപ്പിക്കേണ്ട തലേ ദിവസം ശില്പിക്ക് സമ്മാനം കൊടുക്കാൻ എല്ലാവരും കാത്തിരുന്നു. ശില്പി പോയ വഴി പുല്ല് മുളച്ചിട്ടില്ല, എതിലേ പോയെന്ന് ആർക്കും അറിയത്തില്ല. ആരായിരിക്കും ഈ ശില്പി? ഈ ശില്പി ആരായിരിക്കും? അത് തന്നെ ശിവലിംഗമല്ലേ അവിടെ വെച്ചിരിക്കുന്നത്, കക്ഷി തന്നെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ടാണ് ഗുരുദേവനെ വണങ്ങാതിരുന്നത്. ദേവാദിദേവൻ തന്നെ വന്നുവെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. അതാണ് നിതാന്ത വിസ്മയം. അയ്യപ്പൻ പിള്ള എന്ന കൊച്ചപ്പി പിള്ള ഗുരുദേവരെ കണ്ടപ്പോൾ അന്നേരം തന്നെ ഫ്ലാറ്റായെന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ എത്ര പേരാ ഗുരുദേവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണുപോയത്? മഹാകവി കുമാരനാശാൻ മെമ്മോറിയലാണ് ഈ ശാഖ. ആശാന്റെ ധർമ്മപത്നി ഭാനുമതി അമ്മയുമായി എനിക്ക് വളരെയേറെ അടുപ്പമുണ്ടായിരുന്നു. അമ്മയുടെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇതിൽ പല കൊച്ചുമക്കളെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന 2 പേരുണ്ട്. സുധാകരൻ്റെ അമ്മയ്ക്ക് ആദ്യം കുമാരനാശാനിൽ 2 ആൺമക്കളാണ്, സുധാകരനും പ്രഭാകരനും. അതിൽ സുധാകരന് 2 മക്കളാണ്. മൂത്തത് ബാലചന്ദ്രൻ, ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. മകളാണ് പിന്നെയുള്ളത്, അതിൻ്റെ പേര് നളിനി എന്ന ആൾ തിരുവനന്തപുരത്തുണ്ട്. വളരെയേറെ അടുപ്പമാണ്. ആശാൻ്റെ കൊച്ചുമോളാണ് നളിനി. ഒരിക്കൽ തോന്നയ്ക്കലിൽ ജനുവരി 17 കുമാരനാശാൻ അനുസ്മരണ പ്രഭാഷണത്തിന് എന്നെ ക്ഷണിച്ചപ്പോൾ ഭാരവാഹികളോട് ഞാൻ പറഞ്ഞു, ആശാന്റെ കൊച്ചുമകളുണ്ട് നളിനി. നളിനി വന്ന് ഭദ്രദീപം കൊളുത്തിയാലേ ഞാൻ പ്രസംഗിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം അവർ ചോദിച്ചത് എവിടെ ഉണ്ട് ആള്? തിരുവനന്തപുരത്തുണ്ട്, മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് താമസമുണ്ടെന്ന്. ഡോക്ടർ വിജയരാഘവൻ്റെ ഭാര്യ പോയി കൊണ്ടുവന്നു. നളിനി വന്നു. നളിനിയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ആശാന്റെ പടം കാണുന്ന പോലെ ഇരിക്കുക. നളിനി വന്നു, ഭദ്രദീപം കൊളുത്തി. 2-2.5 മണിക്കൂർ നേരം തോന്നയ്ക്കിൽ നിന്ന് ആശാൻ സ്മാരക പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഓടി വന്നു നളിനി. എൻ്റെ പാദം തൊട്ട് നമസ്കരിച്ച്, ഞാൻ ആഹക്കൂടെ വരണ്ടു പോയി. നളിനി എൻ്റെ പാദം തൊടേണ്ട കാര്യമില്ല, പാദം തൊട്ട് നമസ്കരിച്ച് തൊഴുതുകൊണ്ട് പറയുക, അപ്പൂപ്പൻ്റെ അനുഗ്രഹം ശരിക്കുണ്ട്. അപ്പൂപ്പൻ എന്ന് പറയാം കുമാരനാശാൻ. അതാ നളിനിയുണ്ട്. പ്രഭാകരന് 4 മക്കളായിരുന്നു, 3 ആണും 1 പെണ്ണും. അരുൺകുമാർ, വിജയകുമാർ, പ്രദീപ് കുമാർ, പിന്നെ 1 പെണ്ണൂടുണ്ട്. എൻ്റെ പേര് ഞാൻ മറന്നുപോയി, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പേര് മറന്നുപോയി. 2ാമത്തെ വിവാഹത്തിലെ 4 മക്കളാണ്. അതിൽ മൂത്തത് ഡോക്ടർ ലക്ഷ്മി, SAT ആശുപത്രിയിലെ സൂപ്രണ്ടായിരുന്നു തിരുവനന്തപുരം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി SAT ആശുപത്രിയിലെ സൂപ്രണ്ടായിരുന്നു. അവർ മരിച്ചത് 2022 തിരുവനന്തപുരത്ത് തന്നെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് അവരുടെ വീട്. ആ വീടിൻ്റെ പേര് ഭാനുമതി എന്നാണ്, കാരണം അമ്മയുടെ പേര് ആ വീടിന്. അവിടെ വെച്ചാണ് ഞാൻ അമ്മയെ ആദ്യം പരിചയപ്പെടുന്നത് 1972. അവർക്ക് ഡോക്ടർ ലക്ഷ്മിക്ക് 2 പെൺമക്കളാണ്. ഒന്ന് നമ്മുടെ മംഗലാപുരത്തെ ONGCയുടെ ഡയറക്ടറായിരുന്ന പെൻഷനായ ലക്ഷ്മി. ഇളയ മകളെ നിങ്ങളൊക്കെ ഒരുപക്ഷെ അറിയാൻ സാധ്യതയുണ്ട്, സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിച്ച പത്രപ്രവർത്തകയായ പാർവതി, മാലാ പാർവതി. ഭാനുമതി അമ്മയുടെ മകളുടെ മകളാണ് കേട്ടോ. പിന്നൊരു മകനുണ്ടായിരുന്നു,
മാധവൻ 10ാമത്തെ വയസ്സിൽ മരിച്ചു. ഇതെല്ലാം അമ്മ തന്നെ പറഞ്ഞു തന്നെ എഴുതിയെടുത്താൽ ഞാൻ കേട്ടോ. പനുമതി അമ്മ തന്നെ പറഞ്ഞു തന്നില്ല, മരിച്ചുപോയി. 10 വയസ്സിൽ മരിച്ചു. പിന്നെ അശോകൻ ഒരു മകൻ, അമ്മയുടെ ഒരു മകൻ ഇപ്പോഴും കൊല്ലത്തുണ്ട്. അപ്പോൾ ആ പരമ്പരയെല്ലാം നല്ല SAT ആശുപത്രിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഡോക്ടർ ലക്ഷ്മി ഭാനുമതി അമ്മയുടെ ആശാന്റെ ഭാര്യയുടെ 2ാമത്തെ വിവാഹത്തിലെ മൂത്ത മകളാണ്. അവിടുത്തെ ജീവനക്കാർ, SAT ആശുപത്രിയിൽ ജീവനക്കാർ പറയുന്നു അവർ 1,00,000-ലധികം പ്രസവം എടുത്തിട്ടുണ്ടെന്നാ. ഒരെണ്ണവും കോംപ്ലിക്കേഷൻ ആയിട്ടില്ല. വളരെ ജനകീയമായ സ്നേഹമുള്ള ഒരു ഡോക്ടറായിരുന്നു. ഇപ്പം കണ്ടില്ലേ തിരുവനന്തപുരം മെഡിക്കൽ യൂറോളജിയുടെ ചീഫ് പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ TV കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഓപ്പറേഷന് വേണ്ടുന്ന സാധനങ്ങളില്ല എന്ന് പറഞ്ഞു, സമരം ചെയ്തു. ഇപ്പം ഹൈദരാബാദിൽ സാധനം വന്നു, സർജറി എല്ലാം ചെയ്തു. അവൻ്റെ പേരെന്താ, ഡോക്ടറുടെ പേര്? ഡോക്ടർ ഇപ്പം TV ഇന്നും രാവിലെ കാണിച്ചു, മുഖ്യമന്ത്രി അവനെ എല്ലാം കാണിച്ചു. ആ ഡോക്ടറുടെ പേരെന്താ? ഡോക്ടർ ഹാരിസ് അല്ലേ? ഈ ഹാരിസ് ആരെന്നറിയോ? എൻ്റെ മൂത്ത സഹോദരിയുടെ മൂത്ത മകനാണ്. എൻ്റെ ശേഷക്കാരുടെ അത്. അവന് സമരവീര്യം പറഞ്ഞു കൊടുക്കുന്ന ഞാനാണ്. എന്നെ വിളിക്കുന്നത് ചെയ്യണമെന്ന്. പക്ഷേ എൻ്റെ അത്രയും ധൈര്യം അവനില്ല. ഞാൻ പറയും വിട്ടുകൊടുക്കുക. എൻ്റെ മൂത്ത നേരെ ഏറ്റവും മൂത്ത സഹോദരിയുടെ മൂത്തവൻ, ഞങ്ങളുടെ തറവാട്ടിലെ ആദ്യത്തെ കൊച്ചുമകനാണ് ഡോക്ടർ ഹാരിസ്. ഇപ്പം മെഡിക്കൽ കോളേജിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവൻ. ബാക്കി സർജറി എല്ലാം ചെയ്തു. അവൻ്റെ അമ്മ അധ്യാപികയായിരുന്നു, എൻ്റെ മൂത്ത പെങ്ങൾ അധ്യാപികയായിരുന്നു. ഗവൺമെൻറ് സ്കൂളിലായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അവൻ പഠിച്ചത് ഗവൺമെൻറ് സ്കൂളിലാണ്. ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച 10ാം ക്ലാസ് ഉയർന്ന ക്ലാസ്സോടെ പാസ്സായി. തിരുവനന്തപുരം ആർട്സ് കോളേജ് പ്രീ ഡിഗ്രി പാസ്സായി. എല്ലാം ഗവൺമെൻറ് സ്ഥാപനങ്ങളിലാണ്. ആകെ ഒരു കൊല്ലം അന്നത്തെ തിരുവനന്തപുരത്ത് അവർ ട്യൂട്ടോറിയലിൽ കോച്ചിങ്ങിന് പോയി. MBBS എൻട്രൻസ് എഴുതി. ഫസ്റ്റ് ചാൻസിൽ തന്നെ 29ാം റാങ്ക് നേടി അവൻ MBBS കിട്ടി. അവൻ യൂറോളജിയുടെ ഒരുപാട് ഡിഗ്രി എടുത്ത ആളാണ് കേട്ടോ. നെഫ്രോളജിയുടെ അങ്ങ് ഇംഗ്ലണ്ടിലും ഒക്കെ പോയി ഡിഗ്രി എടുത്ത്. അവനൊരു പ്രൈവറ്റ് ആശുപത്രി പോയിരുന്നാൽ 30 ലക്ഷം രൂപ കിട്ടും മാസം. അവൻ പോകത്തില്ല. ഭയങ്കര ഐഡിയോളജി, സർക്കാർ ശമ്പളം മതി. അവൻ പറയുന്നത് നിങ്ങൾ കേട്ടുകാണും TV അവൻ പറഞ്ഞല്ലോ, എന്നെ പഠിപ്പിച്ചത് ഗവൺമെൻറ്റിൻ്റെ ചെലവിലാണ്. നാട്ടുകാരെ നികുതി പണം കൊണ്ടാണ് ഞാൻ MBBS എടുത്തതെങ്കിൽ തിരിച്ചെനിക്ക് അവരെ സേവനം ചെയ്യണമെന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജിയുടെ ഹെഡായിരിക്കുന്ന എൻ്റെ ശേഷക്കാരൻ ഡോക്ടർ ഹാരിസ്, അവൻ്റെ വീടിൻ്റെ മുമ്പിലെങ്ങും പേരെഴുതി വച്ചിട്ടില്ല. അവന് പ്രൈവറ്റ് പ്രാക്ടീസ് ഇല്ല. മെഡിക്കൽ കോളേജിലെ പ്രാക്ടീസ് അല്ലാതെ വേറൊന്നുമില്ല. പുറത്താരെങ്കിലും അവൻ്റെ വീട് തേടിപ്പിടിച്ച് അവിടെ എങ്ങാനും ചെന്ന് റെക്കമെൻഡ് ചെയ്യാൻ ചെന്നാൽ അവരെ ഡിസ്ചാർജ് ചെയ്ത് കളയാൻ നോക്കത്തില്ല. അത്ര ഭയങ്കര ആശയമുള്ളവൻ ഡോക്ടർ ഹാരിസ്, എൻ്റെ മൂത്ത ശേഷക്കാരൻ. അതാണ് കംപ്ലീറ്റ് ഡിവോട്ടഡ് ആണ്, സമർപ്പിതമായ ജീവിതം. ഇപ്പോഴും അവൻ ബൈക്കിലാണ് മെഡിക്കൽ കോളേജിൽ പോയത്. പ്രൈവറ്റ് ആശുപത്രി ചെന്ന് അവന് എത്ര രൂപ കിട്ടും? പക്ഷെ മെനഞ്ഞാന്ന് പറഞ്ഞു, പിരിച്ചുവിടുമെന്ന് ഭീഷണിയൊന്നും വേണ്ട, അയാമെ ട്രെയിൻഡ് ഡോക്ടറെന്ന്. കാരണം പിരിച്ചുവിട്ട് അവനെ കൊത്തിക്കൊണ്ടു പോകാൻ ഇവിടുത്തെ വലിയ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കാത്തിരിക്കുക. എത്ര പേര് വിളിച്ച് അവധിയെടുത്ത് പോകില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുടുംബവും തറവാടും പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. പോട്ടെ, അതൊന്നും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നിതാന്ത വിസ്മയമായ ഗുരുദേവനെ നേരിൽ കണ്ട ഭാനുമതി അമ്മ. അമ്മയുടെ കഥ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ SAT ആശുപത്രിയിലൊക്കെ പോയി തിരിച്ചു വരാൻ കാട് കയറി പോണ്ട. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ നേരിൽ കണ്ട 3 പുരുഷന്മാരും ഒരു മഹതിയും എനിക്ക് പരിചയമുള്ളവർ. 1 ബാലാപ്പണിക്കർ സാറ്, 2 ചന്ദ്രികാ സോപ്പിൻ്റെ സ്ഥാപകൻ CR കേശവൻ വൈദ്യൻ, 3 കോലത്തുകര ക്ഷേത്രം പ്രസിദ്ധമാണ്. അവിടെ ശിവലിംഗ പ്രതിഷ്ഠ ഗുരുദേവൻ നടത്തുമ്പോഴാണ് സമസ്യ എഴുതി വെച്ചതും ആശാൻ പൂരിപ്പിച്ച കഥയൊക്കെ നമുക്കറിയാം. കോലത്തുകര ക്ഷേത്രത്തിൽ വെച്ച് 13ാമത്തെ വയസ്സിൽ ഗുരുദേവൻ കണ്ടെടുത്ത് കൊണ്ടുപോയി ശിവഗിരിയിൽ താമസിപ്പിച്ച് വളർത്തിയ ഒരു മഹാനുഭാവനാണ് ഭാർഗവൻ വൈദ്യൻ. കോലത്തുകര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞ് ഗുരുദേവൻ ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് പാതകാണിക്കായി ആളുകൾ അർപ്പിച്ച പഴക്കൊല ഉണ്ടായിരുന്നു. ആ പഴക്കൊലയെല്ലാം ശേഖരിച്ച് വെച്ചിട്ട് കുറേ കുട്ടികൾ അവിടെ കൂടി നിന്ന് കളിക്കുന്നു. ഭഗവാന് കുഞ്ഞുങ്ങളോട് ഭയങ്കര താല്പര്യമായിരുന്നു കേട്ടോ. കുട്ടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഒത്തിരി കഥകളുണ്ട്. ആ കുട്ടികളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ആവശ്യത്തിനൊരു പഴം എടുത്തോളാൻ പറഞ്ഞു. ആവശ്യത്തിനുള്ള പഴം എടുത്തോളാൻ പറഞ്ഞു.
അപ്പോൾ ഓടിയല്ല, കുട്ടികളല്ലേ എല്ലാം കൂടെ ഓടിപ്പാഞ്ഞ് വരും. ചിലത് വന്ന് കവിളുക പറിച്ചുകൊണ്ട് പോയി, ചിലത് 4-5 എണ്ണം കയ്യിൽ കൊള്ളുന്നതോളം പറക്കിക്കൊണ്ടുപോയി. ഇഷ്ടമുള്ള പഴങ്ങളും എടുത്ത് കുട്ടികളെല്ലാം ഓടിയപ്പോൾ ഭാർഗവൻ 13 വയസ്സ് മാറി നിന്നു. ഈ ഇടിക്കാനും പറക്കാനും ഒന്നും പോയില്ല, 13 വയസ്സേ ഉള്ളൂ. കുട്ടികളെല്ലാം പഴമെടുത്ത് പോയിക്കൊണ്ട് അവസാനം ചെന്ന് ഭാർഗവൻ ഭഗവാന്റെ മുമ്പിൽ കയ്യിൽ നീട്ടിയിരുന്നു. അതാണ് ഭാർഗവന്റെ ഭാഗ്യം. കൈയിട്ട് വരാൻ പോകരുത്, കൈയിട്ട് വരാൻ പോയാൽ പണി കിട്ടും. കയ്യിൽ നീട്ടിയിരുന്നു. ഭഗവാൻ 2 പഴം കൊടുത്തിട്ടേ വീണ്ടും കളിക്കാൻ പോയി. കുട്ടികളുടെ കൂടി കളിക്കുന്ന സമയത്ത് അവിടുത്തെ ഭാരവാഹികളോട് ഗുരുദേവൻ പറഞ്ഞു, ദേ ആ കുട്ടിയെ ഇനി വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ സംഘാടകയിൽ ഒരാൾ എന്നിട്ട് പിന്നീട് ഭാർഗവൻ വൈദ്യനായ ഭാർഗവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഗുരുദേവൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഭാർഗവൻ പറഞ്ഞു, എന്നെ ആയിരിക്കത്തില്ല, ഗുരുദേവൻ വിളിക്കത്തക്ക യോഗ്യതയൊന്നും എനിക്കില്ല, എന്നെ ആയിരിക്കത്തില്ല. അപ്പം അങ്ങോട്ട് നോക്കിയാൽ ഭഗവാൻ ഇങ്ങനെ കൈ കാണിച്ചു. ബാധ അടുത്ത് ചെന്നു, നമ്മോടൊപ്പം പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. മാതാപിതാക്കൾ അനുവദിച്ചാൽ വരാമെന്ന് പറഞ്ഞു. മാതാപിതാക്കളോട് പോയി ചോദിച്ചു. അങ്ങനാ പറഞ്ഞത്. അയ്യോ, ഗുരുദേവൻ വിളിച്ച ആരാ ഓടിപ്പോകാത്തത്? അച്ഛനും അമ്മയും അനുവദിക്കണതിന് പോയി. മാതാപിതാക്കൾ അനുവദിച്ചു. 13ാമത്തെ വയസ്സിൽ കോലത്തുകര ക്ഷേത്രം ഗുരുദേവൻ കൊണ്ടുപോയി ശിവഗിരിയിൽ കൂടെ നിർത്തി പഠിപ്പിച്ച്, സംസ്കൃതം പഠിപ്പിച്ച്, വൈദ്യം പഠിപ്പിച്ച്, ആയുർവേദ കോളേജ് പ്രിൻസിപ്പലായി, ആയുർവേദ ഡയറക്ടറായി പെൻഷനെ അടുത്ത കാലത്ത് മരിച്ച ഭാർഗവൻ വൈദ്യൻ വളരെയേറെ അടുത്ത് ഞാൻ പെരുമാറിയിരുന്നു. ഗുരുദേവൻ സമാധിയാകുമ്പോൾ തൊട്ടടുത്ത് ഭാർഗവൻ വൈദ്യൻ നിൽപ്പുണ്ട്. ആ സമാധിയുടെ രംഗങ്ങളെല്ലാം അദ്ദേഹമാണ് എനിക്ക് വർണ്ണിച്ചത്. അപ്പം ഈ 3 പുരുഷന്മാരോട് ഞാൻ ചോദിക്കുമായിരുന്നു, ഗുരുദേവനെ കണ്ടാൽ എങ്ങനെ ഉണ്ടായിരുന്നു? കാഴ്ചയ്ക്ക് വെളുത്തതാണോ, ഇരുനിറമാണോ, കറുത്തതാണോ, സൗന്ദര്യം ഉണ്ടായിരുന്നു? ഈ 3 പുരുഷന്മാരും പറഞ്ഞു. എൻ്റെ മഹാഗുരുവായ ബാലാപ്പണിക്കർ സാറും CR കേശവൻ വൈദ്യൻ അവർകളും ഭാർഗവൻ വൈദ്യനും പറഞ്ഞു, കാണാൻ നല്ല തേജസ്സായിരുന്നു, സൗന്ദര്യമായിരുന്നു. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശരിയായ വർണ്ണന നടത്തിയത് ഭാനുമതി അമ്മയാണ്. കാരണം എന്താ? കവിയുടെ ഭാര്യയാണ്, സർഗശക്തിയുണ്ട്. നമ്മൾ പറയത്തില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. വിശ്വമഹാകവിയുടെ ഭാര്യ. അമ്മയോട് ഞാൻ ചോദിച്ചു, ഗുരുദേവനെ കണ്ടാൽ എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മ പറഞ്ഞതാണ് കൃത്യമായ വർണ്ണന. അമ്മ പറഞ്ഞു, ചുവപ്പു രാശിയിൽ വെള്ള നിറമായിരുന്നു. കണ്ടോ, ഫോട്ടോ എടുത്ത പോലെ പറഞ്ഞത്, ചുവപ്പു രാശിയിൽ വെള്ള നിറമായിരുന്നു. വീണ്ടും അമ്മ പറഞ്ഞു, ഗുരുദേവൻ ഒരു തെരുവിലൂടെ പോയാൽ പരിചയമില്ലാത്തവരും ഒന്ന് നോക്കിപ്പോകുമായിരുന്നു. അത്ര നമസ്കാരം, അശോകൻ ജീബ, ഒത്തിരി നാളായി തമ്മി കണ്ടിട്ട് അല്ലേ. ഞങ്ങളെപ്പോഴും യൂണിയൻ നടത്തുന്നത് കണിച്ചുകുളങ്ങര വെച്ചാ. ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ വെച്ച് ഞങ്ങൾ എപ്പോഴും കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് അതാണ് അമ്മ പറഞ്ഞു, തെരുവിലൂടെ ഗുരുദേവൻ പോകുന്നത് കണ്ടാൽ പരിചയമില്ലാത്തവർ ഒന്ന് നോക്കിപ്പോവും. ഒന്ന് നോക്കിയാലോ പിന്നെ നോക്കും, പിന്നെ നോക്കും, കണ്ണ് പറിക്കാതെ നോക്കും, വീണു പോകും. വിശ്വപൗരനായ നൊബേൽ ജേതാവായ രവീന്ദ്രനാഥ ടാഗോർ ഫ്ലാറ്റായി പോയില്ലേ? എഴുതി വെച്ചില്ലേ അവിടെ? ശിവഗിരിയിൽ എഴുതി, ഇപ്പോഴും ഉണ്ടത് ആ ലേഖനം. വിസിറ്റേഴ്സ് ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടേ, I have been touring different parts of the world. During these travels, I have had great fortune to come into contact with several saints and rishis. I have frankly admit that I have never come into contact with one who is spiritually greater than Sri Narayana Guru of Malayalam. I shall never forget the radiant face illuminated by the effulgence of divine glory on those yogic eyes fixing their gaze on a remote point in a distant horizon. രവീന്ദ്രനാഥ് ടാഗോർ എന്ന് അദ്ദേഹം എഴുതിയിട്ടില്ല, ആ ലേഖനം ഞാൻ കണ്ടിട്ടുണ്ട്. രവീന്ദ്രനാഥ് എന്നെഴുതി ഒപ്പും വെച്ചിട്ടുണ്ട്. 15/11/1922. എന്താ ടാഗോർ പറഞ്ഞു? ആരായിരുന്നു ടാഗോർ എന്ന് ആലോചിക്കണം. 913 ടാഗോറിന് നൊബേൽ സമ്മാനം കിട്ടി. അതും കഴിഞ്ഞ് 9 വർഷം കഴിഞ്ഞാണ് ഗുരുദേവനെ കാണാൻ വരുന്നത്. വിശ്വപൗരനായതിനു ശേഷം
അതിൽ പിന്നെയും അത്ഭുതങ്ങൾ ധാരാളമുണ്ട്. ഞാനിപ്പോൾ അത് പറയാൻ നിൽക്കുന്നില്ല. ടാഗോർ വന്നതിൻ്റെ 100-ാം വാർഷികം ആഘോഷിച്ചപ്പോൾ ഞാൻ കേരളം മുഴുവൻ പറഞ്ഞൊരു വിഷയമുണ്ട്. ഗുരുപഥത്തിലുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ഉണ്ടെന്ന് തോന്നുന്നു. 2 മഹാസാഗരങ്ങളുടെ സംഗമം ഉണ്ടല്ലോ നമ്മുടെ ഗുരുപഥം എടുത്ത് നോക്കിയാൽ അതിനകത്തുണ്ടോ. ടാഗോർ എന്താ എഴുതി വച്ചിരിക്കുന്നത്? ഐ ഹാവ് ബീൻ ടൂറിങ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേ. ലോകം മുഴുവൻ ഞാൻ സഞ്ചരിക്കുകയായിരുന്നു. ഐ ഹാവ് ഹാഡ് ഗ്രേറ്റ് ഫോർച്യൂൺ ടു കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് സെവറൽ സെയിൻസ് ആൻഡ് ഋഷീസ്. ഈ ലോകം മുഴുവൻ ഞാൻ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്യാസിമാരെയും ഋഷിമാരെയും കാണാൻ കഴിഞ്ഞു. ആ ഋഷി എന്നുള്ളിടത്ത് ടാഗോർ ഒരു ബ്രാക്കറ്റ് ഇട്ടുണ്ട് കേട്ടോ. ആ ബ്രാക്കറ്റിൽ എഴുതി ഗ്രേറ്റ് സെയിൻസ്. ഋഷി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് സെയിൻസ്, വലിയ സന്യാസി, അവരെയും കണ്ടു. പക്ഷേ ഐ ഹാവ് നെവർ കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് വൺ ഹു ഈസ് സ്പിരിച്വലി ഗ്രേറ്റർ ദാൻ സ്വാമി ശ്രീനാരായണ ഗുരു ഓഫ് മലയാളം. അന്ന് കേരളമില്ല, മലയാളമേ ഉള്ളൂ. ലോകം മുഴുവൻ നടന്ന ഈ സന്യാസിമാരെയും ഋഷിമാരെയും ഞാൻ കണ്ടെങ്കിലും ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരു ആധ്യാത്മിക ചര്യയിൽ ഉയർന്ന ഒരു വ്യക്തിത്വത്തെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അടിവരയിട്ട് എഴുതി വെച്ച് പ്രസംഗിച്ചതല്ല, എഴുതി വെച്ചത് ടാഗോറാണ്. പിന്നെ അങ്ങോട്ട് പറഞ്ഞ ശോഭയുണ്ടല്ലോ, അതാണ് ഭാനുമതി അമ്മ പറഞ്ഞത്. I shall never forget the radiant face. റേഡിയൻ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്ന മുഖം. ഗുരുദേവൻ്റെ പ്രകാശം ലൈറ്റ് അടിച്ച് പ്രകാശിപ്പിക്കുകയല്ല, സ്പോട്ട് ലൈറ്റ് വെച്ച് അടിച്ചതല്ല. റേഡിയൻ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്നതിനെയാണ് റേഡിയൻ്റ് എന്ന് പറയുന്നത്. ആ വാക്ക് ഉണ്ടായത് റേഡിയം എന്ന വാക്കിൽ നിന്നാണ്. റേഡിയം എന്താണെന്ന് നമുക്കറിയാം, ഇരുട്ടത്ത് തിളങ്ങുന്ന സാധനം. പണ്ട് ഗൾഫിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ വാച്ച് കൊണ്ടുവരും, ആ വാച്ചിനകത്ത് റേഡിയം വെച്ച സൂചിയാണ്. നമ്മുടെ വല്യമ്മമാർ പറയാം, അവൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഇരിഡിയം വെച്ച സൂചിയാവുണ്ട്. അവർക്ക് റേഡിയം എന്ന് പറയാൻ തന്നെ ഇരിഡിയം. ഒരാൾ കൊണ്ട് തന്ന ഇരിഡിയം വെച്ചൊരു വാച്ച്. വീട്ടിലൊരു പൂച്ചയുണ്ടായിരുന്നു, രാത്രി ഇതേലിട്ട് മാന്തോ ഏതാണ്ട് ജീവിയാണ്. കണ്ടോ, സ്വയം പ്രകാശിക്കുന്ന ലോഹമാണ് റേഡിയം. ആ റേഡിയത്തിൽ നിന്നുണ്ടായ വാക്കാണ് റേഡിയൻ്റ്. ഗുരുദേവന്റെ മുഖം സ്വയം പ്രകാശിക്കും. എന്തിൻ്റെ പ്രകാശം? അയ്യോ, ബഷീർ ഡോക്ടർ പറഞ്ഞതല്ല, ടാഗോർ പറഞ്ഞതാ. എഫൽഗന്റ് ഓഫ് ഡിവൈൻ ഗ്ലോറി. ടാഗോറിന്റെ ഇംഗ്ലീഷ് കുറെ കടുപ്പമല്ലേ? എഫൽഗന്റ് ഓഫ് ഡിവൈൻ ഗ്ലോറി, ദൈവിക ചൈതന്യത്തിന്റെ സാന്ദ്രമായ ഭാവത്തിൽ ഉണ്ടാകുന്ന പ്രോജ്വലിതമായ പ്രകാശം. I never forget the yogic eyes. ഗുരുദേവന്റെ യോഗ നേത്രങ്ങൾ ഞാൻ മറക്കില്ല. ആ നേത്രങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ഫിക്സിംഗ് ദെയർ ഗൈസ്. ആ കണ്ണിന്റെ കൃഷ്ണമണി എന്നല്ല ടാഗോർ എഴുതിയത്. കൃഷ്ണമണി എന്നാണ് പ്യൂപ്പിൾ എന്ന് എഴുതിയാൽ മതി. POPL PIL. പ്യൂപ്പിൾ എന്നല്ല ടാഗോർ എഴുതേ, ഗെയ്സ്. എന്താണ് ഗെയ്സ്? GAZE. ഗെയ്സ് എന്ന് പറഞ്ഞാൽ തീവ്രപ്രകാശമുള്ള കണ്ണുകൾ. ആ കണ്ണുകൾ എന്ത് ചെയ്യും? ഫിക്സിംഗ് ദെയർ ഗെയ്സിനെ റിമോട്ട് പോയിന്റ്. യോഗ നേത്രങ്ങളുടെ ദർശനമങ്ങ് അകലെ ഏതോ ഇന്ന ഡിസ്റ്റന്റ് ഹൊറിസൺ ചക്രവാള സീമകളിൽ തറഞ്ഞു നിൽക്കുന്ന ആ നേത്രം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ടാഗോർ എഴുതി വെച്ചപ്പോൾ, അതാണ് നിസ്തുലനായ ഗുരു. ഒരു നിതാന്ത വിസ്മയമാണ് ഇന്നത്തെ വിഷയം. ആ വിഷയത്തിൽ ചിന്തിക്കേണ്ടത് വലിയൊരു വിഷയമാണിത്. എന്ത്? ടാഗോർ ആദ്യം എഴുതിയല്ലോ, ലോകത്തെമ്പാടും ഞാൻ ഒരുപാട് സന്യാസിമാരെ കണ്ടു, ഋഷിമാരെയും കണ്ടു. അവരാരും ആധ്യാത്മിക ബലത്തിൽ ഗുരുദേവന്റെ അടുത്ത് എത്തിയിട്ടില്ല. ടാഗോർ കണ്ട ഋഷിമാർ ആരൊക്കെയാ? അവിടെയാണ് ഗുരുവിൻ്റെ നിതാന്ത വിസ്മയം. ടാഗോർ ജനിച്ചു വന്നത് കൽക്കട്ടയിലാണ്, ഇന്നത്തെ കൊൽക്കത്ത. അങ്ങനെ പറയുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ കൽക്കട്ട എന്നേ പറയും. ദാസേട്ടൻ, പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ, സഹോദരങ്ങളെക്കാൾ വലിയ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ദാസേട്ടൻ ഇന്ന് വരെ മദ്രാസ് എന്നല്ലാതെ ചെന്നൈ എന്ന് പറഞ്ഞില്ല. അങ്ങാർക്ക് ചെന്നൈ എന്ന് പറയുന്നത് ഇഷ്ടമല്ല. ദാസേട്ടൻ എവിടാ? മദ്രാസിൽ. നമുക്ക് മദ്രാസിന് ഇങ്ങനെ പറയാൻ കാര്യം. ഈ ചെന്നൈ, മുംബൈ, ഈ എനിക്കതൊന്നും പറയുന്നതേ ഇഷ്ടമല്ല അല്ലേ. ബംബൈ സേ ആയ മെരാ ദോസ്ത്, പഴയ പാട്ടല്ലേ. മുംബൈ സേ എന്ന് പറയാൻ ഇതിനുള്ള കൽക്കട്ട അല്ലേ. കൽക്കട്ടയിലാണ് ടാഗോർ ജനിച്ചു വളർന്നത്. ടാഗോർ നേരിട്ട് കണ്ട ഋഷിമാർ ആരൊക്കെയാ? ശ്രീരാമകൃഷ്ണ പരമഹംസനെ ടാഗോർ കണ്ടിട്ടുണ്ട്, സ്വാമി വിവേകാനന്ദനെ കണ്ടിട്ടുണ്ട്, സ്വാമി അരബിന്ദോയെ കണ്ടിട്ടുണ്ട്, ആര്യസമാജം സ്ഥാപിച്ച ദയാനന്ദ സരസ്വതിയെ കണ്ടിട്ടുണ്ട്, ചട്ടമ്പി സ്വാമി തിരുവടികളെ കണ്ടിട്ടുണ്ട്, രമണ മഹർഷിയെ കണ്ടിട്ടുണ്ട്. പക്ഷേ
ആരും ആത്മീയ ചൈതന്യത്തിൽ മഹാഗുരുവിൻ്റെ അടുത്തുപോലും എത്തിയിട്ടില്ലെന്ന് എഴുതി ടാഗോറാണ് നിതാന്ത വിസ്മയം. സോ ഐ ആം കൺക്ലൂഡിങ്. ഇനിയും പറഞ്ഞാൽ തീരില്ല. നിസ്തുലനായ ഗുരു, നിതാന്ത വിസ്മയം, അങ്ങനെ ഹെഡിങ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഓഡിയൻസിനെ പിടിച്ചോ? ഇടയ്ക്കൊന്ന് പിടിക്കണം, ഇവരെയും കൂടെ ലോകം കാണട്ടെ. ഗുരുപദം ലോകം മുഴുവൻ കാണും, ലോകം മുഴുവൻ. ഞാൻ ഏത് ലോകത്ത് പോയാലും ഇടയ്ക്കൊന്ന് കറക്കണേ, തീരുമ്പോഴത്തേക്ക് മതി. കാരണം നിങ്ങളെല്ലാം ലോകം മുഴുവൻ കാണും. അതാണ് ഗുരുപദം, അത്ര വൈറലാണ് സാധനം. ഏത് ലോകത്തും, ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ, ജർമ്മനി, എവിടെ ചെന്നാലും പറയും മലയാളികൾ പറയുന്ന ഗുരുപദം കാണുന്നു എന്ന്. അതുകൊണ്ട് ഭാഗ്യമാണ്. സോ ഐ ആം കൺക്ലൂഡിങ്. അങ്ങനത്തെ മഹാഗുരു നമുക്ക് 3 വജ്രായുധം തന്നു. നിതാന്ത വിസ്മയമായ ഗുരുദേവൻ 3 വജ്രായുധങ്ങൾ തന്നു. അടിച്ചമർത്തപ്പെട്ട് നടക്കാനും ഉടുക്കാനും പറയാനും ഒന്നിനും സ്വാതന്ത്ര്യമില്ലാതിരുന്ന നമ്മെ ഈ നിലയ്ക്ക് വലിച്ചുയർത്തിക്കൊണ്ടുവന്ന് നെറുകയിൽ വെച്ച്, ഞാൻ ചെമ്പഴന്തിയിൽ നിന്ന് പ്രസംഗിച്ച ഒരു വിഷയം ഗുരുപദത്തിനകത്ത് കിടക്കുന്നുണ്ട്. നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. അഭിനവ കേരളത്തിൻ്റെ അദൃശ്യ ചൈതന്യം. ഗുരുദേവൻ ജനിച്ച കുടിലിൻ്റെ തൊട്ടടുത്ത് നിന്ന് പ്രസംഗിച്ച വിഷയമാണ്, ഗുരുപദത്തിലുണ്ടത്. ഇന്നത്തെ ഈ കേരളത്തിന് ഈ ഡെവലപ്മെൻറ്റ് മുഴുവൻ ഉണ്ടാക്കിയ ഗുരുദേവനെ ആക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്നാണ് പ്രസംഗിക്കുന്നത്. എല്ലാവരും കണ്ട വിഷയമാണ്. അതാണ് അഭിനവ കേരളത്തിൻ്റെ അദൃശ്യ ചൈതന്യം. ആ ചൈതന്യം ഉണ്ടാക്കാൻ ഗുരുദേവൻ തന്ന 3 വജ്രായുധങ്ങളുണ്ട്. ഒന്ന്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനല്ല, അത് മാർസ് പഠിപ്പിച്ചതാ. വിദ്യ കൊണ്ട് വിമോചിതരാവുക, മോചനം നേടാൻ. 2, സംഘടന കൊണ്ട് ശക്തരാവുക. 3, വ്യവസായം കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കുക. വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. നമ്മൾ വിദ്യയിലെല്ലാം മുന്നോട്ടാണ്. ഇവിടെ പ്രോത്സാഹനവും സമ്മാനെല്ലാം കൊടുക്കുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞ വജ്രായുധത്തിൽ ചില ഊനങ്ങൾ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. സംഘടന കൊണ്ട് ശക്തനാകാൻ പഠിപ്പിച്ചു. ചിലതൊക്കെ പാരയും കയ്യിലെടുത്തുകൊണ്ട് നടക്കുക, എങ്ങനെ ഏതെല്ലാം പണി കൊടുക്കണമെന്ന്. 95 SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ട്, പേര് ഞാൻ പറയത്തില്ല, ജനറൽ സെക്രട്ടറി ചാർജ് എടുത്തു. 2 കൊല്ലത്തിനിടയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോഴാണ് സക്കറിയായും അഴീക്കോട് മാഷും കൂടെ പണിയാൻ തുടങ്ങിയത്. കുമാരനാശാരെന്ന സിംഹാസനത്തിൽ ഇരിക്കാൻ ഇദ്ദേഹത്തിന് എന്താ യോഗ്യത? അതിന് ഞാനൊരു ബദൽ മറുപടി എഴുതി കേരള കൗമുദിയുടെ എഡിറ്റോറിയൽ പേജിൽ. അത് എഴുതുമ്പോൾ കണിച്ചുള്ളവനെ കൊണ്ടുവന്ന് വായിച്ച് കേൾപ്പിച്ചിട്ടാണ് കൗമുദിക്ക് കൊടുത്തത്. കാരണം വല്ല മിസ്റ്റേക്കും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കൊങ്ങാക്കി പിടിക്കുക എനിക്കറിയാം. അതുകൊണ്ട് തലേന്ന് കൊണ്ടുവന്ന് വായിച്ച് കേൾപ്പിച്ചു, എന്നിട്ട് കൊടുത്തോളാൻ പറഞ്ഞു. അത് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ എഴുതിക്കൊണ്ടുവന്ന അതിൻ്റെ ക്യാപ്ഷൻ, കുമാരനാശാൻ്റെ സിംഹാസനത്തിൽ വെള്ളാപ്പള്ളിയോ എന്നാണ് ഞാൻ എഴുതി വെച്ചിരുന്നത്. അദ്ദേഹം അനുവാദം തന്നു. ഞാൻ സന്ധ്യ കഴിഞ്ഞ് കണിച്ചുള്ളങ്ങരെ നാട്ടിലേക്ക് പോവുകയാണ്. ആലപ്പുഴ ചെന്നപ്പോഴത്തേക്ക് നേരം വേണ്ടി ഇരുട്ടി 8 മണി 8:30 കണ്ടായി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ കയറിയിരിക്കും. അവിടെ ഗുരുദേവൻ ഇരുന്നിട്ടുണ്ട്. അവിടെ വെച്ചാണ് ലോക ചരിത്രത്തിലെ, ഇന്ത്യാ ചരിത്രത്തിൽ ആദ്യത്തെ തൊഴിലാളി സംഘടനയൊക്കെ കിടങ്ങാമ്പണ്ട് ക്ഷേത്രം. അവിടെ ഞാൻ പോകും. സംഘാടകർക്കെല്ലാം എന്നെ അറിയാം. അതുകൊണ്ട് അവിടെ ചെന്നാൽ കരിക്ക്, ഉണ്ണിയപ്പം, ചായ ഒക്കെ ഇങ്ങനെ വന്നു, സൽക്കാരങ്ങൾ വന്നുകൊണ്ടെങ്കിൽ ഗുരുദേവൻ്റെ ഒരു ആൽത്തറയുണ്ട്. ഞാൻ അവിടെ കയറി ഇങ്ങനെ കുറേ നേരം ഇരിക്കും. അപ്പോൾ ഈ ലേഖനം എൻ്റെ കയ്യിലിരിക്കുക. പിറ്റേന്ന് ഞാൻ കേരള കൗമുദിക്ക് കൊടുക്കാൻ കൊണ്ടുപോവാം. ആപ്പെട്ട ഇരിക്കുമ്പോഴുണ്ട് പുന്നമടക്കായലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ അനൗൺസ്മെൻറ്റ് വരുന്നു. അനൗൺസ്മെൻറ്റ് വിളിച്ചു പറയുന്നു, ഇത്രാം തീയതി വള്ളംകളി, അതിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ വിശേഷങ്ങൾ പറയുകയാണ്. അപ്പോൾ ആ വിശേഷം ഇങ്ങനെ: 3 പ്രാവശ്യം തുടർച്ചയായി ഹാട്രിക് വിജയം നേടിയ കാരിച്ചാൽ ചുണ്ടൻ, പകരക്കാരില്ലാത്ത അമരക്കാരനായ നല്ലാണിക്കൽ പാപ്പച്ചൻ നയിക്കുന്ന കാരിച്ചാൽ ചുണ്ടൻ. ആ വേടൻ സ്ട്രൈക്ക് ചെയ്തു. കൊള്ളാം, പകരക്കാരനില്ലാത്ത അമരക്കാരൻ. ആ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി എഴുതിയ ആ ലേഖനം, അദ്ദേഹം ഈ സ്ഥാനത്തെ വളരെ ഗംഭീരമായ മാറ്റം വരുത്തുമെന്ന് എഴുതിയ ആ ലേഖനത്തിൻ്റെ ക്യാപ്ഷൻ, കുമാരനാശാന്റെ സിംഹാസനത്തിൽ വെള്ളാപ്പള്ളിയോ അങ്ങ് വെട്ടി. എന്നിട്ട് ഈ പേന കൊണ്ടാണ് എഴുതിയത്, പകരക്കാരനില്ലാത്ത അമരക്കാരൻ. അത് സപ്തതിക്ക് ഞാൻ പ്രസംഗിക്കുകയും ചെയ്തു, അദ്ദേഹം വേദി ഇരുന്ന് കരയുകയും ചെയ്തു. എഴുതി, ഇന്നും പകരമില്ല. ആ കാലഘട്ടത്തിൽ എന്നോട് പലരും ചോദിച്ചു, ഒരു കാലത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാലോ? ഞാൻ പറഞ്ഞത് ആളെ മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഒരു കാലത്തും പകരമുണ്ടാക്കാൻ പറ്റത്തില്ല. കട്ടിൽ കണ്ട് പനിക്കുകയും വേണ്ട. ആരെല്ലാം നോക്കിയുടെ അവിടെ തളർന്നോ? പ്രായം എത്രയെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഇപ്പോഴും ഓടി നടക്കുക, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഒറ്റക്കെട്ടായി സംഘടനയുടെ പുറകെ നിൽക്കണം. ആരാണ് നയിക്കുന്ന വ്യക്തിയല്ല നോക്കേണ്ടത്, സ്ഥാനം നോക്കണം.
അതിന് പാര വെക്കുന്ന ഒന്നും നമ്മുടെ ഒരു സംഘടനയിലും ഒരു ശാഖയിലും ഒന്നിലും ഉണ്ടാകാൻ പാടില്ല. കാരണം ഗുരുദേവൻ പഠിപ്പിച്ച ആയുധമാണത്. ഗുരുദേവൻ്റെ ഇഷ്ടമില്ലാത്ത ഒരാളും ആ ആയുധം കൈകാര്യം ചെയ്യത്തുമില്ല. ഗുരുദേവൻ്റെ തൃപ്തി ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുന്നത്. ജനറൽ സെക്രട്ടറി പദം ഒരിക്കൽ കോടതിയെ കൊണ്ട് മരവിപ്പിച്ചില്ലേ ഒരുത്തൻ? 3 പെണ്ണ് കെട്ടി, ഒരിക്കൽ പോലും പത്രിക മുറിക്കാതെ. പേരൊന്നും ഞാൻ പറയുന്നില്ല അല്ലേ. ഇപ്പം ED ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുട്ടുപറച്ചുകൊണ്ടിരിക്കുക സാധനം അല്ലേ. ജനറൽ സെക്രട്ടറി പദവി കൊണ്ടിന്ന് കോടതി സ്റ്റേ ചെയ്തു. ഒപ്പിടാൻ വയ്യാത്തത് കൊണ്ട് സ്ഥാപനങ്ങൾ ഒരുപാട്, നമ്മുടെ കോളേജുകൾ, സ്കൂളുകൾ, സ്ഥാപനങ്ങൾ ഒരുപാട്, എയ്ഡഡ് സ്ഥാപനങ്ങൾ, അതിലൊന്നും ശമ്പളം കൊടുക്കാൻ ഫയലിൽ ഒപ്പിടാൻ കഴിയുന്നില്ല. അപ്പോഴാണ് പ്രിൻസ് ഹോട്ടലിൽ വെച്ച് നേതൃയോഗം എല്ലാവരെയും വിളിച്ച് കാര്യം വിശദീകരിക്കുക. അപ്പം ഞാൻ അടുത്തെന്ന് ചോദിച്ചോ, അല്ല ഇങ്ങനെ ഇയാൾ സ്റ്റേ കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളെങ്ങനെ മുമ്പോട്ട് പോകും? ജനറൽ സെക്രട്ടറി എനിക്കെന്നൊരു മറുപടിയുണ്ട്. വലിയ പെരുന്നാളിന് വാപ്പാ പള്ളിയിൽ പോയില്ല, പിന്നെ അന്നോ കൊച്ചു പെരുന്നാളിന്. അതങ്ങനെ പേടിക്കുന്ന സൈസൊന്നും അല്ല കേട്ടോ. സമുദായത്തിന് കിട്ടിയ, സമൂഹത്തിന് കിട്ടിയ, കേരളത്തിന് കിട്ടിയ വരദാനമാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി. അതുകൊണ്ട് സംഘടനയ്ക്ക് പിന്നിൽ അടിയുറച്ച് നിൽക്കുക. 11:30 നിർത്താനാണ് ഞാൻ ഇരുന്നത്. 10 മുതൽ 11:30 വരെ അതാണ് എൻ്റെ സമയവും നോട്ടീസ് തന്നത്. കറക്റ്റ് 10-ന് ഞാൻ ഇവിടെ എത്തി. തിരുവനന്തപുരത്തു നിന്ന് ഓടിച്ചു വരിക. ഞാൻ ഡ്രൈവറെ വെക്കില്ല, അതെൻ്റെ ഒരു സോക്കേട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കതിൽ കൂട്ടുകാരുണ്ട് കേട്ടോ, ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല. മഹാനായ ആർ ശങ്കറിൻ്റെ മകൻ മോഹൻ ശങ്കർ ഡ്രൈവറെ വയ്ക്കില്ല. അന്തരിച്ചു പോയ നടൻ തിലകൻ ഡ്രൈവറില്ല. അദ്ദേഹത്തിന് വലിയ സ്വീകരണം ഒരുക്കി വെച്ചപ്പോഴത്തേക്ക് കാറ് കൊണ്ട് നിർത്തി. ബാക്ക് സീറ്റിൽ നോക്കിയപ്പം തിലകനില്ല. മാലയം കൊണ്ട് നീക്കിയ അങ്ങനെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന്. അതുകൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഡ്രൈവറെ വെക്കാത്തെന്നുള്ള വേറെ ചില കാര്യങ്ങളുണ്ട് ആട്ടെ. അതുകൊണ്ട് എനിക്ക് കൃത്യം 2:30 തിരുവല്ലായിലെ പ്രസിദ്ധമായൊരു സ്കൂളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അത്ര പ്രസിദ്ധമാണ്. മലയാറ്റൂർ രാമകൃഷ്ണനൊക്കെ അവിടെ പഠിച്ചിരുന്നു. പഴയ IAS മലയാറ്റൂർ പഠിച്ച സ്കൂളാണ്. ആ സ്കൂളിലെ ഒരു പെൺകുട്ടി സൂയിസൈഡ് ടെൻഡൻസി നടത്തി കെട്ടിത്തൂങ്ങി. അതിനെ മുറിച്ചിട്ട് പുഷ്പഗിരി കിടക്കുകയാണ്. ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു, പക്ഷേ ഇനിയും അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അത് ICU വെൻറ്റിലേറ്ററിലാണ്. അതാണ് ഈ തൂങ്ങി മരിച്ചാൽ വെട്ടിയിടുന്നതാണ് കഷ്ടം. അങ്ങ് മരിക്കുന്നതാണെന്നല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെറ്ററിനറി കോളേജിൽ പഠിച്ചിരുന്ന സെക്കൻഡ് ഇയർ പഠിച്ചൊരു കുട്ടി പൂയപ്പള്ളിയിൽ കിടക്കുന്നുണ്ട്. കഴുത്തിന് താഴോട്ട് കെട്ടി തൂങ്ങിയതാണ്, അറുത്തിട്ടു. 20 കൊല്ലമായിട്ട് ഒരേ കിടപ്പാണ്, കഴുത്തിന് താഴോട്ട് അനങ്ങത്തില്ല. അപ്പോൾ ആ സ്കൂളിൽ സൂയിസൈഡ് ടെൻഡൻസി